ഉണ്ട്. ഉള്ള ധൈര്യങ്ങൾ പലപ്പോഴും എന്താ പറയാ, ധൈര്യം കൂടിയതാണോ അതോ ഉള്ള ബോധം പോയതാണോ, ഈ ഭയം തോന്നാത്ത വിധം നിയോഗങ്ങൾക്കകത്ത് എല്ലാ സംരക്ഷണവും ദൈവം നൽകുന്നുണ്ട്. അതിനെ അനുഭവിച്ചറിയാനൊക്കെ ദൈവം ഭാഗ്യമൊരുക്കുന്നുണ്ട്. സ്തോത്രം. ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനകളും ഇവിടുത്തെ കൂട്ടായ്മകളിലേക്ക് ആവശ്യപ്പെടുകയാണ്. എന്നോടൊപ്പം ഇവിടെ ഏകദേശം 30ഓളം പ്രവർത്തനങ്ങൾ ശുശ്രൂഷകന്മാരിവിടെയുണ്ട്. മലയാളികളായിട്ട് ആരുമില്ല, എല്ലാം ഇവിടുത്തുകാരായ ആദിവാസികളായ സഹോദരങ്ങളും നക്സലൈറ്റുകളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന കൂട്ടുവേലക്കാരുമൊക്കെയാണ് എന്നോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ യാത്രകളും ഗ്രാമ സന്ദർശനങ്ങളും ഈ ക്രിസ്മസ് വീക്ക് ആയതുകൊണ്ട് ഒത്തിരി ഇടങ്ങൾ കവർ ചെയ്യാനൊക്കെ ദൈവം അവസരങ്ങൾ നൽകി തന്നു. 90-100 കിലോമീറ്റർ ബൈക്ക് യാത്ര ചെയ്ത് അവിടെ നിന്ന് പിന്നെ 5-6 കിലോമീറ്റർ മല കയറി നടന്ന് ഗ്രാമങ്ങളിൽ ചെന്ന് ആക്ഷൻ സോങ് ഒക്കെ കാണിച്ചാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ പ്രതികൂലങ്ങളാണെങ്കിലും വളരെ ശക്തിയേറിയ നിലയിൽ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉചിതമാവണ്ണം ഇവിടുത്തെ അനുഭവങ്ങളും ഒക്കെ ചേർന്ന് സംസാരിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ ചില വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അമേൻ. അതെല്ലാം നമുക്ക് മുൻപോട്ട് പങ്കുവയ്ക്കാം. അമേൻ. വളരെ ഗൗരവമായി നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു വരാം. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന് ആധാരമായി എഫെസ്യ ലേഖനം 5-ാം അധ്യായം 18-19 വാക്യങ്ങൾ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അമേൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. അത് വിശാലമായൊരു ഭാഗമാണ്. ഞാൻ 18-19 വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് രാത്രി നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ഗൗരവമേറിയ ഒരു പ്രബോധനമാണ് എഫെസ്യ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് നൽകിയ വളരെ ആത്യന്തികമായ, സഭയ്ക്ക് എക്കാലത്തും ആവശ്യമായ ഒരാത്മീയ ബുദ്ധിയുപദേശമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. സ്തോത്രം. ഞാൻ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുമ്പോൾ ദൈവദാസൻ പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവവചനത്തോട് പ്രതികരിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഞാനിപ്പോൾ ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നതും പ്രസംഗിക്കുന്നതുമൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ആ വിധത്തിലാണ് അവരോട് പറഞ്ഞും പഠിപ്പിച്ചും. ഒന്നാമത് നല്ല ഭാഷ അറിയില്ല, ഹിന്ദി വലുതായിട്ടൊന്നും അറിയില്ല. കർത്താവ് പോകാൻ പറഞ്ഞു, വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വലിയ ഭാഷയുടെ പാണ്ഡിത്യം ഒന്നും നോക്കിയില്ല. പിന്നെ കർത്താവ് അത് പണിയുന്നുണ്ട്. അപ്പോൾ വളരെ വേഗത കുറവായിരിക്കാം, എങ്കിലും വേഗതയും ഒരു സ്പീഡ്, ആ ഒരു ശൈലി, നമ്മുടെ നാട്ടിലെ ഒരു പ്രഭാഷക ശൈലി ചിലപ്പോൾ കുറവായിരിക്കുമെങ്കിലും ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവവചനത്തിന് നമ്മളായിട്ട് ശക്തി ഉണ്ടാക്കേണ്ട കാര്യമില്ല, വചനത്തിന് അതിന്റെ ശക്തിയുണ്ട്. എവിടെയാണ് വചനം അതിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഇതേതുദ്ദേശത്തോടെ എഴുതപ്പെട്ടോ ആ ഉദ്ദേശം തിരിച്ചറിഞ്ഞ് നാം ഇതിനെ പ്രഘോഷിക്കുമ്പോൾ, ആമേൻ, ദൈവവചനത്തിന്റെ ശരിയായ വശങ്ങളെ ദൈവജനം സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് വചനം അതിന്റെ പ്രവൃത്തി ചെയ്യുന്നത്. സ്തോത്രം. ആമേൻ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ കർത്താവ് നൽകിയ പാഠങ്ങളിൽ പ്രധാനമാണ് പ്രവചനം. ആമേൻ. കൃപാവരങ്ങൾക്ക് എപ്പോഴും ഒരു ഭക്തന്റെ ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത് 2ാം സ്ഥാനമാണുള്ളത്. 1ാം സ്ഥാനം ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. അതിൽ ആനന്ദം കണ്ടെത്തുക, അതിൽ ധൈര്യം പ്രാപിക്കുക. അതിൽ നിന്ന് ആ ദൈവവചനമാണ് നമ്മളെയും ദൈവത്തെ തമ്മിൽ ഏറ്റവും അടുപ്പിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ അകന്നകന്ന് മാറുമ്പോഴാണ് പ്രവാചകൻ 1, പ്രവാചകൻ 2, പ്രവാചകൻ 3, പ്രവാചകൻ 4 എന്ന് പറഞ്ഞ ആള് കൂടുമ്പോൾ, പ്രവാചകന്മാരുടെ എണ്ണം കൂടുമ്പോൾ ഓർത്തോണം അകലവും കൂടെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം. കാരണം തിരുവെഴുത്തിൻ പ്രകാരം എന്തിനാണ് പ്രവാചക ശുശ്രൂഷ? പ്രവചനങ്ങൾക്കെതിരല്ല, ഞാനൊരു പ്രവാചകനാണ്. സ്തോത്രം. ആമേൻ. എന്തിനാണ് പ്രവാചക ശുശ്രൂഷ സഭയ്ക്ക് ദൈവം നൽകിയത്? ആമേൻ. പഴയ നിയമത്തിന്റെ ഭാഗം വെച്ച് നോക്കിയാൽ ദൈവവും ജനവും തമ്മിലുള്ള ദൂരം കുറയ്ക്കാനാണ്. അത് തന്നെയാണ് പുതിയ നിയമത്തിലും. അനുതാപം ഉളവാക്കാൻ, പാപബോധമുളവായി, ആമേൻ, ആ ദൈവസ്നേഹം വർദ്ധിച്ച് ക്രിസ്തുവിലേക്ക് നമ്മളെ ഒന്നുകൂടെ അടുപ്പിക്കുക എന്നതാണ്.
അപ്പോൾ ഒരു വിഷയത്തിൽ ഒന്നിലധികം പേര് സംസാരിക്കുമ്പോൾ ആവേശം കൊള്ളരുത്. ഒരു ദൂതുകൾ കറക്റ്റാണ്, നമുക്ക് ഈ കറക്റ്റ് കേട്ടാൽ മതി. ആമേൻ. നമ്മുടെ മാത്രം ഭാഷയാണ്, അച്ചിട്ടാണ്, പച്ചിലയും കത്രികയും പോലാണ്. അദ്ദേഹം പറയുന്ന ദൂത് അതാണ് കറക്റ്റ്. ഞാൻ പറയുന്നു, നമ്മൾ ഈ അച്ചിട്ടിന്റെ പുറകെ പോകരുത്, പച്ചിലയും കത്രികയല്ല, കൃത്യതയല്ല വിഷയം, ദൂതിന്റെ ഉറവിടവും അതിന്റെ പിന്നിലെ ഉദ്ദേശവുമാണ് വിഷയം. നമ്മളോട് കർത്താവ് സംസാരിക്കുമ്പോൾ ആ വസ്തുത അറിയിക്കുക എന്നതിനപ്പുറം, അതിനപ്പുറത്ത് ദൈവത്തിന് നമ്മളെ പണിയാനുണ്ട്, നമ്മൾ അകന്നുപോയ ഇടങ്ങളെ നികത്താനുണ്ട്, ചേർന്ന് വരാനാണ് ദൈവം നമ്മളെ പലപ്പോഴും ഒരുക്കിയെടുക്കുന്നത്. സ്തോത്രം. ഇവിടെ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ ദൈവിക ഇടപെടലിന്റെ ഒരു മേഖല ദൈവവചനം തന്നെയാണ്. ഉള്ളൊരുകുമ്പോൾ, വേദനപ്പെടുമ്പോൾ, രോഗിയാകുമ്പോൾ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, ആരും ആശ്രയിക്കാനില്ലാതെ വരുന്ന വഴികളിൽ, സ്തോത്രം, അവിടെയൊക്കെ ഹൃദയത്തോട് ചേർന്നിരുന്ന് സംസാരിച്ച് ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനമുണ്ട്. ഒരാൾ വിളിച്ച് മുറിപ്പെടുത്തി. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഭാഷണത്തിനകത്ത് വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിൽ ഒരു സംസാരമുണ്ടായി, ഞാനും വേറൊരു ദൈവദാസനുമായി. അദ്ദേഹം തമാശ രീതിയിൽ പറഞ്ഞു വിട്ട കാര്യങ്ങൾ പലതും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ ആത്മതലങ്ങൾ ഒരു വേദന ഉളവാക്കി. നിന്റെ എന്നാ വിശ്വാസമാണ് എന്നൊക്കെ ചോദിച്ച്, നീ ഇത്രയും പ്രസംഗിക്കുന്ന നിന്റെ വിശ്വാസം കുറവാണ്. അദ്ദേഹം പറഞ്ഞത് ഭൗതിക നേട്ടങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ്. അദ്ദേഹത്തിന് കാറുണ്ട്, ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്. എനിക്ക് പണ്ട് കാർ ഉണ്ടായിരുന്നു, ഇപ്പൊ ബൈക്കാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് അത് നിന്റെ വിശ്വാസത്തിന്റെ കുറവാണെന്ന് പറഞ്ഞു. അപ്പൊ നിന്റെ വിശ്വാസം എന്നാ വിശ്വാസമാണെന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം എന്നെ ഒരു രാത്രി മുഴുവൻ ഉറക്കം നഷ്ടപ്പെടുത്തി ദൈവവചനത്തിന് മുമ്പിലേക്ക് ഇരുത്തി. അവിടെ ദൈവം എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ, ആമേൻ, ദൈവം നൽകിയ ധൈര്യങ്ങൾ, ആമേൻ. അവൻ പറഞ്ഞ വിശ്വാസം ഒറ്റ രാത്രി കൊണ്ട് ക്രിസ്റ്റ വീട്ടിന് മുന്നിൽ വന്നെന്നാണ്. ഒറ്റ രാത്രി കൊണ്ട് 20 ലക്ഷത്തിന്റെ ലോൺ റെഡിയായെന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇത്രയും വിശ്വാസം പറഞ്ഞവൻ ഒറ്റ രാത്രി കൊണ്ട് 20 ലക്ഷം രൂപ കടക്കാരനായി. സ്വതന്ത്രം. നമുക്ക് ആ 20 ലക്ഷം ഇല്ല എങ്കിലും സ്വതന്ത്രം, അവന്റെ കുഞ്ഞു പഠിക്കാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ കർത്താവ് ഇവിടെ പോകാൻ പറഞ്ഞ് ഇവിടേക്ക് വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ എവിടെ പഠിപ്പിക്കും എന്നൊന്നും എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. എന്നെ നന്നായി അറിയാവുന്ന ആളാണ് പ്രിയ കർത്താവിൻ്റെ ദാസൻ ഷിജിമോളുടെ ഹസ്ബൻഡ്, എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യം ഞാൻ സ്നേഹിക്കുന്ന ദൈവദാസനാണ്. സന്തോഷ് പാസ്റ്റർ, അവരൊക്കെ ഇവിടെ, സന്തോഷ് പാസ്റ്ററൊക്കെ ഇവിടെ വന്ന് കർത്താവിൻ്റെ വേലയിൽ ഒത്തിരി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഒഡീഷയിൽ വന്ന് കർത്താവിൻ്റെ വേല, ഇവിടെ ഗ്രാമങ്ങളൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്താണെന്ന് എന്നെ ഏറെക്കാലം മുതലേ നന്നായി അറിയാവുന്നവരാണ്. അതുകൊണ്ട് വ്യാജമൊന്നും പറഞ്ഞു പോകാൻ എനിക്ക് പറ്റില്ല. നമ്മൾ ഇന്ന് രാത്രി വലിയ ഔദ്യോഗികമായ വലിയൊരു പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ തുറന്ന് ചില കാര്യങ്ങൾ ദൈവവചനമായി സംസാരിച്ച് മുന്നോട്ട് പോകാനാണ് ഞാനും നിയോഗിതനായിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, അമ്മേൻ, വേദിയല്ല വലുത് വേല എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് ചില ദർശനങ്ങൾ തന്ന്, വചനങ്ങൾ തന്ന്, കർത്താവിന്റെ ശബ്ദം കേട്ട് അതിനോടുള്ള അനുസരണത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ ഒഡീഷയിൽ എത്തിപ്പെടുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ എവിടെ പഠിപ്പിക്കുക, എന്ത് ചെയ്യൂ എന്നൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ആമേൻ, കർത്താവ് എനിക്കൊരു ധൈര്യം തന്നു. ഇവിടുത്തെ മലയാളികൾ പറഞ്ഞു, ഇവിടെ വലിയൊരു സ്കൂളുണ്ട്, കുഞ്ഞുങ്ങളെ അവിടെ ചേർത്ത് പഠിപ്പിക്കാവുള്ളൂ, ICSE സിലബസ് ആണ്, ഇവിടുത്തെ മറ്റ് സ്ഥാപനങ്ങളൊന്നും ശരിയല്ല, നല്ല വിദ്യാഭ്യാസം കിട്ടില്ല, ഇവിടെ ആകുമ്പോൾ നിങ്ങൾ പാസ്റ്റർമാരല്ലേ, ആമേൻ, പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പറ്റിയ സ്കൂൾ ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവ് നൽകുന്ന നല്ല വെളി കാണാൻ തരക്കേടില്ല എന്ന് തോന്നിപ്പിക്കുന്ന നല്ല മുഖഭാവത്തിനായി സ്തോത്രം. അപ്പൊ ഞാൻ ഇങ്ങനെ എൻ്റെ ഭാര്യയോട് രസകരമായി പറയാറുണ്ട്, അതാണ് സ്റ്റിഫാൻ ഷൈൻ്റെ പവർ. സ്തോത്രം. എന്തായാലും ഞാൻ ഏതായാലും ആ സ്കൂളിൽ തന്നെ പോയി ചോദിക്കാൻ തീരുമാനിച്ചു. ഒരു പകൽ ഉച്ചവരെ മുഴങ്കാലിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച അനന്തരം അവിടേക്ക് ചെന്നപ്പോൾ അവര് ചോദിച്ചു, എന്താ ജോലി? ഞാൻ പറഞ്ഞു, ഞാൻ പാസ്റ്ററാണ്, ഞാനൊരു മിഷണറിയാണ്. അപ്പോൾ ആ മേഡം മലയാളിയാണ്. അവര് പറഞ്ഞു, ഈ സ്കൂളിൽ മിഷണറിമാരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഫ്രീ ആണ്, 10ാം ക്ലാസ് വരെ. സ്തോത്രം. അവൾ ഒരു കാര്യം മനസ്സിലായി, അയച്ച ദൈവം സകലത്തിനും ഉത്തരവാദിത്തമുള്ള ദൈവമാണ്. പോകാൻ പറഞ്ഞവൻ കരുതാൻ ശക്തനാണ്. ആമേൻ. ഒരു രൂപ പോലും അലയാൻ സമ്മതിക്കാതെ കരുതാൻ ദൈവം വിശ്വസ്തനാണ്. അപ്പൊ എൻ്റെ വൈഫ് അടുക്കളയിൽ നിന്നോട് പറഞ്ഞു,
20 ലക്ഷത്തിന്റെ കടക്കാരനായതാണോ വിശ്വാസം? അതോ ഒന്നും അറിയാതെ വഴി തുറന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ആ സാഹചര്യങ്ങളും ദൈവം നടത്തുന്ന കരുതലുകളും, നമ്മൾ എന്ത് പറഞ്ഞ് വേദനപ്പെട്ടാലും അത് പറഞ്ഞു തരുന്നത് ദൈവത്തിന്റെ സ്നേഹമുണ്ട്. ആമേൻ. ഞാൻ പറഞ്ഞത്, എപ്പോഴെല്ലാം വേദനപ്പെടുന്നു, ആമേൻ, ചോദ്യം ചെയ്യപ്പെടുന്നു, അവിടെ എല്ലാം ഓടിയെത്തുന്നത് എൻ്റെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം ദൈവ വചനമാണ്. വചനത്തിനാണ് ഒരു ആത്മീയന്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം. അപ്പോൾ പ്രവാചകന്മാർ സംസാരിച്ചില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഭാരപ്പെടരുത്. ഒരാളെ പറഞ്ഞല്ലോ എന്നോർത്തുകൊണ്ട് അവിടെ സന്തോഷിക്കണം. ആമേൻ. ചിലർ പറയാറുണ്ട്, പാസം കൂടെ ചേർത്തത് 16ാമത്തെ ആളാ ഇതേ ദൂത് എന്നോട് പറയുന്നത്. അപ്പൊ പറയണം, അപ്പൊ മനസ്സിൽ സാമാന്യ ബോധത്തിൽ ഇത്ര ചിന്തിക്കാവുള്ളൂ. ഒന്നാമത്തെ വ്യക്തി പറഞ്ഞിട്ട് അടുത്ത 15 വ്യക്തി ഇടപെട്ടിട്ടും ദൈവത്തിന് നേരിട്ട് പറയാൻ തോന്നിയില്ലല്ലോ എന്നുള്ള ആ പ്രായോഗിക കാഴ്ചപ്പാട് നമുക്കുണ്ടാകും. സ്വത്രം. അല്ലാതെ ദൂതുകളെല്ലാം കൂടെ വെച്ച് സെഞ്ചുറി അടിക്കാൻ നോക്കരുത്. ദൂതുകളുടെ എണ്ണം കൂടുമ്പോൾ ഓർത്തോണം, നമ്മുടെ ആത്മതലം ബലപ്പെട്ടിട്ടില്ല, നമ്മുടെ വിശ്വാസം വർദ്ധിച്ചിട്ടില്ല. ചില വാക്കുകളൊക്കെ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, ഒറ്റ സ്വപ്നം മതി, ഒറ്റ ദൂത് മതി. അതിനെ ഒപ്പിടാൻ 1000 അഗ്രഗണ്യന്മാരുടെ ഒരു ദൂതും ഇല്ലെങ്കിലും ഒരിക്കലെങ്കിലും ദൈവം പറഞ്ഞതിനെ ഏറ്റെടുത്ത് അവിടെ നമ്മൾ വളർച്ച പ്രാപിക്കുന്നിടത്ത് ദൈവം നിശ്ചയമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവദിനമാണ് ഒന്നാം സ്ഥാനം. ഞാനും ഇന്ന് രാത്രിയിൽ ദൈവം ഏൽപ്പിച്ച വളരെ ഗൗരവമേറിയ ഒരു നിയോഗ ശബ്ദം നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ എഫെസി സഭയ്ക്ക് ആത്മനിറവിന്റെ ഒരു ഗൗരവമേറിയ പാഠം പങ്കുവെക്കുകയാണ്. നമ്മളും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. നമ്മുടെ ചിന്താവിഷയവും ആത്മനിറവ് എന്നുള്ളത് തന്നെയാണ്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഭാഗം, ആത്മനിറവ്. പുതിയ എഫെസി സഭയെ ക്രിസ്തുവിൽ അവരാരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആത്മീയ ജീവിതത്തിന്റെ പ്രാധാന്യം അവരെ പങ്കുവെച്ചുകൊണ്ട് എഴുതി നൽകിയ വളരെ ഗൗരവമേറിയ ഉപദേശങ്ങളുടെ, താക്കീതുകളുടെ, പ്രോത്സാഹനങ്ങളുടെ കരുത്തു പകരുന്ന വളരെ ഗൗരവമേറിയ ലേഖനമാണ് എഫെസ്യൻ ലേഖനം. നമ്മൾ ആ വിഷയത്തെ മാത്രം തൊട്ട് സംസാരിച്ച് മുന്നോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ. എന്താണ് ആത്മനിറവ്? എന്താണ് ആത്മനിറവ്? ആത്മീയ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് ആത്മനിറവ്. ആത്മീയ ജീവിതത്തിലെ ഒരു ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് ആത്മനിറവ്. വിശുദ്ധ തിരുവെഴുത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഏകദേശം 16 പ്രാവശ്യത്തോളം ഈ ആത്മനിറവിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. 16 പ്രാവശ്യം. ആമേൻ. പഴയ നിയമത്തിൽ 2 പ്രാവശ്യം, സുവിശേഷങ്ങളിൽ 4 പ്രാവശ്യം, അപ്പോസ്തല പ്രവൃത്തിയിൽ 9 പ്രാവശ്യം, 1 പ്രാവശ്യം ലേഖനത്തിൽ. ഞാൻ ഒന്നും കൂടെ പറയാം. 2 പ്രാവശ്യം പഴയ നിയമത്തിൽ, 4 പ്രാവശ്യം സുവിശേഷങ്ങളിൽ, 9 പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തിയിൽ, 1 പ്രാവശ്യം ലേഖനങ്ങളിൽ. ആ 1 പ്രാവശ്യം എഴുതിയിരിക്കുന്ന ആത്മനിറവിന്റെ ഭാഗത്തിലേക്കാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. ആത്മനിറവ്. ദൈവമക്കൾ മനസ്സിലാക്കുക, ആത്മസ്നാനമല്ല ആത്മനിറവ്. ആത്മസ്നാനമല്ല ആത്മനിറവ്. ആത്മസ്നാനം ഒരിക്കലും, ആത്മനിറവ് നിരന്തരവും സംഭവിക്കേണ്ടുന്നതാണ്. ആത്മസ്നാനം ഒരിക്കലും, ആത്മനിറവ് നിരന്തരം. നിരന്തരം എന്ന് പറയുമ്പോൾ അത് എല്ലാ കൂട്ടായ്മകളിലെ കേന്ദ്രീകരിച്ചല്ല, നമ്മളുടെ എല്ലാ സമയങ്ങളും, നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള എല്ലാ വഴികളിലും, എല്ലാ മിനിറ്റുകളിലും, എല്ലാ മണിക്കൂറുകളിലും, രാവും പകലും നമ്മിൽ സംഭവിക്കേണ്ടുന്ന അതിപ്രധാനമായ അനുഭവമാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. ആത്മസ്നാനം പ്രാപിച്ചവന്റെ അതിപ്രധാനമായ വളർച്ചയുടെ അടുത്ത ഘട്ടമാണ്, ജീവിതത്തിന്റെ അതിപ്രധാനമായ അടുത്ത ഘട്ടമാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. നിറവ് നമുക്കെല്ലാവർക്കും അറിവുള്ള പദമാണ്, അല്ലേ? നമ്മളെല്ലാവരും മലയാളികളെ സംബന്ധിച്ചിടത്തോളം
നിറവെന്ന വാക്ക്, ആത്മനിറവെന്ന വാക്ക് നമ്മൾ വിവിധ നിലകളിൽ ഉപയോഗിക്കാറുണ്ട്. നിർത്താതെ മണിക്കൂറുകളിൽ അന്യഭാഷയിൽ ആരാധിച്ചാൽ നമ്മൾ പറയും ഇന്ന് ഭയങ്കര ആത്മനിറവിലുള്ള ആരാധനയായിരുന്നു എന്ന് പറയും, അല്ലേ? ആമേൻ. ശബ്ദമുയർത്തി അലറി കൂവി പ്രസംഗിച്ച് തൊണ്ടയടഞ്ഞ് അങ്ങനെ വിയർത്തു തുള്ളി പ്രസംഗിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും ഇന്നത്തെ പ്രസംഗം ഭയങ്കര ആത്മനിറവായിരുന്നെന്ന്, അല്ലെ? യോഗ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, കൂട്ടായ്മകളിലെ ശുശ്രൂഷ നടപടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും ആത്മനിറവിനെ ഒരു സാധാരണ മനുഷ്യൻ, ഒരു ആത്മീയൻ അതിനെ നിർവചിക്കുന്നത് സാധാരണ കൂട്ടായ്മകളെ കേന്ദ്രീകരിച്ചുകൊണ്ട്. എന്നാൽ ആത്മനിറവ് ഒരു പ്രോഗ്രാം അല്ല. ആത്മനിറവ് ഒരു പ്രോഗ്രാം അല്ല, അതൊരു പദവിയാണ്. അതിനുള്ള വിശാലമായ വിശദീകരണങ്ങളിലേക്കാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. നമ്മുടെ കർത്താവിന് നമ്മളോട് വളരെ ഗൗരവമായി സംസാരിക്കാനുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം നാം എവിടെയാണ് അറിയേണ്ടുന്നത്? ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ നാം അറിയേണ്ടുന്ന അതിപ്രധാനമായ മേഖലയാണ് ദൈവവചനത്തിന്റെ പൊരുളുകളെ തിരിച്ച് നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവമക്കൾ മനസ്സിലാകണം. ആമേൻ. തിരുവെഴുത്തിന്റെ ആഴങ്ങളെ, വചനത്തിന്റെ രഹസ്യങ്ങളെ, ആമേൻ, ഗുപ്തമായ വഴികളെ അവൻ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ മനസ്സിലാകണം എന്റെ കർത്താവിന് എന്നോട് ആഴമായ സ്നേഹമുണ്ടെന്നുള്ള കാര്യം. ആമേൻ. യേശുവിനെ അനുഗമിക്കാത്തവന്റെയും കുഷ്ഠം മാറിയിട്ടുണ്ട്. അപ്പോൾ മികച്ച അത്ഭുതമല്ല ബന്ധത്തിന്റെ ആഴം തെളിവാക്കുന്നത്. ഈ മലയുടെ താഴ്വാരത്തിൽ നിൽക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ജനത്തെ ആമേൻ മന്ന കൊണ്ടും ഇറച്ചി കൊണ്ടും ചെരുപ്പ് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മോശയോട് പറഞ്ഞു, നീ ഇഞ്ഞ് കേറി വാ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എന്നിട്ടോ ആമേൻ രണ്ട് സ്നേഹിതന്മാർ തമ്മിൽ സംസാരിക്കുന്നത് പോലെ അഭിമുഖമായി സംസാരിച്ച ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാകണം. അത്ഭുതങ്ങളിലല്ല ദൈവസ്നേഹം അളക്കേണ്ടുന്നത് തന്റെ ഹൃദയം തുറന്ന് നമ്മളോട് സംസാരിക്കുമ്പോഴാണ്. ഇന്ന് രാത്രി അതെല്ലാം നമ്മളോട് കർത്താവ് അത്ഭുതങ്ങൾ തെറ്റാണെന്നല്ല, അത്ഭുതങ്ങൾ കർത്താവിന്റെ മനസ്സലിവിന്റെ മേഖലയാണ് കേട്ടോ. കൃപാവരങ്ങൾ, അത്ഭുതങ്ങൾ, ദൂതുകൾ, വണ്ടി തരാം, വീട് തരാം, നാളെ മാനിക്കാന്നൊക്കെ പറയുമ്പോൾ ഓർത്തോളം അതെല്ലാം മനസ്സലിവ് തോന്നി പറയുന്നതാണ്. അതിനെ അനുഗമിച്ചില്ലേലും ആ മനസ്സലിവ് നമ്മളിൽ തുടരും. എന്നാൽ അതിനപ്പുറം തന്റെ ഹൃദയ രഹസ്യങ്ങളെ അറിയാനുള്ള ഒരാഴമായ വാഞ്ച നമ്മുടെ അകത്തുണ്ടാകണം. ആമേൻ പറയാമോ? സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മളെ ആഴമായി ഇന്ന് രാത്രിയിലും സ്നേഹിക്കുന്നു. മനസ്സിലാക്കാം. നമുക്ക് മുമ്പോട്ട് കടന്നു വരാം. എന്താണ് ആത്മസ്നാനം? എന്താണ് ആത്മനിറവ്? ആത്മസ്നാനമല്ല, എന്താണ് ആത്മനിറവ്? എന്താണ് ആത്മനിറവ്? 4 പ്രധാന കാര്യങ്ങൾ ഞാൻ ഇതിൽ നിങ്ങളുമായി സംസാരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആത്മനിറവ്? നമ്പർ 1, ആത്മനിറവ് ഒരു കൽപ്പനയാണ്. ആത്മനിറവ് ഒരു കൽപ്പനയാണ്. ഇത് അപേക്ഷയല്ല. സഹോദര, പറ്റുമെങ്കിൽ പ്രാപിച്ചാൽ മതി. പ്രാപിക്കാമോ? ആത്മാവിൽ നിറയാമോ? നിറയാൻ സമയമുണ്ടെങ്കിൽ നിറയണേ. ഇത് അഭ്യർത്ഥനയല്ല, ഇത് അപേക്ഷയല്ല, ഇത് ആജ്ഞയാണ്, ആജ്ഞാപനമാണ്, നിയമമാണ്. അർത്ഥാൽ ഇത് കൽപ്പനയെങ്കിൽ ഒഴിഞ്ഞിരിക്കാൻ ഒരാൾക്കും അനുവാദമില്ല. പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞവർക്കും, പഠിപ്പുള്ളവർക്കും പഠിപ്പില്ലാത്തവർക്കും, സീനിയർ വിശ്വാസിക്കും ജൂനിയർ വിശ്വാസിക്കും, 1ാം തലമുറക്കാരനും 4ാം തലമുറക്കാരനും നമുക്കൊരുപോലെ നൽകപ്പെട്ട, ദൈവം നൽകിയ, ക്രിസ്തു സഭയ്ക്ക് നൽകിയ അതിപ്രധാനമായ ഒരാജ്ഞ തന്നെയാണ് ആത്മനിറവ്. ഒഴിഞ്ഞിരിക്കാൻ ആർക്കും അനുവാദമില്ല. നിയമത്തോട് വിമുഖത കാണിക്കരുത്. സഹോദരം, നിങ്ങളുടെ വൈറ്റ് കോളർ ജോബുകൾ, നിങ്ങൾ എത്തി നിൽക്കുന്ന ഉന്നതമായ മേഖലകൾ, അതിനൊക്കെ നന്ദി പറയണം. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം പടിക്ക് പുറത്ത് നിൽക്കണം. സഹോദരം, നിങ്ങൾ ഡോക്ടറായിരിക്കാം, അത് ഹോസ്പിറ്റലിൽ മതി.
ക്രിസ്തുവിനോടുള്ള ബന്ധത്തിനകത്ത് ഡോക്ടറിന്റെ ഇമേജ് സൂക്ഷിക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ മകൻ മാത്രമാണ്, മകൾ മാത്രമാണ്. സഹോദരം, നമ്മൾ എഞ്ചിനീയർ ആയിരിക്കാം, അധ്യാപകനായിരിക്കാം, പ്രൊഫസർ ആയിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, ജഡ്ജി ആയിരിക്കാം, ജഡ്ജി കോടതിയിൽ. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ജഡ്ജി കളിക്കേണ്ട കാര്യമില്ല, അവിടെ മകൻ മാത്രമാണ്. ദൈവമായിട്ടുള്ള ബന്ധം, ഞാനത് പഴയ നിയമത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്. നോഹയുടെ പെട്ടകത്തിനകത്തേക്ക് പലവിധമായ ജീവജാലങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ സിംഹം വരുമ്പോ സിംഹത്തോടൊരു കാര്യം പറയാം, നീ സിംഹമായിരിക്കാൻ, രാജാവായിരിക്കാൻ, അത് കാട്ടി മതി. ഇത് പെട്ടകമാണ്. നിന്റെ സകല ഇമേജും നിന്റെ ശീലങ്ങളും നിന്റെ സകലതും ആദ്യം ഈ പെട്ടകത്തിന് പുറത്ത് നിൽക്കണം. ഇതിനകത്ത് നീ സിംഹമല്ല രാജാവാണെന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കാനൊന്നും ഇവിടെ അനുവാദമില്ല. ഇവിടെ വ്യവസ്ഥാപിതമായൊരു നിയമം ഇതിനകത്തുണ്ട്. അതിന് കീഴ്പ്പെട്ട് നിന്നേ മതിയാകുകയുള്ളൂ. നീ കാളയായിരിക്കാം, അത് തൊഴുത്തി മതി, ഇതിനകത്ത് വേണ്ട. മൃഗങ്ങൾ, നിങ്ങൾ ഏതിരുന്നാലും എന്തായിരുന്നാലും അതെല്ലാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ഇടങ്ങളിൽ മതി. സഹോദരം, അതുകൊണ്ട് സഭയ്ക്കകത്ത് കയറരുത്. സഭയ്ക്കകത്ത് എഞ്ചിനീയർ കളിക്കേണ്ട കാര്യമില്ല, ഡോക്ടർ കളിക്കേണ്ട കാര്യമില്ല, ഇമേജ് സൂക്ഷിക്കേണ്ട. ചിലർ ഇമേജ് പോകുന്നിടത്തോണ്ടാ കൈയടിക്കാത്ത. സഹോദരൻ, ഏതായാലും രാജാക്കന്മാരാരും ഇവിടെ ഇല്ലല്ലോ. രാജാവായ ദാവീദ് പോലും നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചില്ലേ? ജീവൻ തന്ന ദൈവത്തിന് മുമ്പിൽ എല്ലാം മറന്ന് ദൈവം നമുക്ക് നൽകിയ കിരീടങ്ങളെ ആ ദൈവത്തിന് മുമ്പിലേക്ക് അർപ്പിക്കപ്പെടണം. നമ്മൾ ദൈവസന്നിധിയിൽ മക്കൾ മാത്രമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഒരു ഇമേജോ അംഗീകാരമോ ഒരു സഭയ്ക്കകത്ത് കിട്ടുന്നില്ലെന്നോർത്ത് അവിടെ നമ്മുടെ അകത്ത് നമ്മുടെ സ്വയം ഉയരുകയല്ല വേണ്ടത്. അവിടെ നമ്മൾ മക്കൾ മാത്രമാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത്. അവിടെ നിയമം എല്ലാവർക്കും തുല്യമാണ്. സഹോദരം, ന്യായീകരണങ്ങൾ പറയാൻ പാടില്ല. ന്യായീകരണങ്ങൾ പറഞ്ഞ് ആത്മനിറവെന്ന വ്യവസ്ഥയിൽ നിന്ന്, ആത്മനിറവെന്ന നിയമത്തിൽ നിന്ന് അകന്നിരിക്കാൻ ആർക്കും അനുവാദമില്ല. ഇത് ദൈവം നൽകിയ നിയമമാണ്, വ്യവസ്ഥയാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ആമേൻ. ഞാന് കഴിഞ്ഞ 2023 എൻ്റെ പിതാവ് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്നത്. സ്തോത്രം. ഇന്ന് ദിവസങ്ങൾ കഴിഞ്ഞ 2020. അപ്പോൾ എൻ്റെ പിതാവ് വയ്യാതെ ഒരു 50-19 ദിവസത്തോളം ആശുപത്രിയിൽ അഭയം പ്രാപിച്ച് സീരിയസ് ആയിട്ട് കിടക്കുന്നു. വളരെ വലിയ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഞാനിങ്ങനെ കാർ ഓടിച്ച് ആശുപത്രിയിൽ പപ്പയെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ഓട്ടത്തിനിടയ്ക്ക് മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങിക്കാൻ വരണം, ഓരോ ചെക്കപ്പിന് ഓരോ കാര്യങ്ങൾ തന്നു വിടണമോ, അതും കൊണ്ട് പോകണം, വരണം, എല്ലാം ചെയ്യുമ്പോൾ പെട്ടെന്ന് ആശുപത്രിയിൽ തിടുക്കത്തോടെ ഇറങ്ങുന്ന വഴിക്ക് ബെൽറ്റ് ഇടാൻ മറന്നു, ഈ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നു. അപ്പൊ വണ്ടി ഓടിച്ചോണ്ടായിരിക്കും ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്, ഫോൺ സംസാരിക്കുന്നത്. ടെൻഷൻ അടിച്ചൊക്കെ ആയിരിക്കും നമ്മൾ കൈയൊക്കെ ഇങ്ങനെ ഡോറിന്റെ അവിടെ വെച്ച് ഇങ്ങനെ പോകുന്നത്. പപ്പയുടെ മരണവും കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞ് എൻ്റെ ഒരു കസിന്റെ വണ്ടിയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവര് ഇൻഷുറൻസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ ചെന്നപ്പോൾ കുറെ ഫോട്ടോ അവർക്ക് കൊടുത്തു. ഞാൻ നോക്കിയപ്പം അവരാ ഫോട്ടോ എല്ലാം എനിക്ക് അയച്ചു തന്നു. സ്റ്റുഡിയോയിൽ പോലും ഇത്രയും നല്ല ഫോട്ടോ കിട്ടുന്നില്ല. അത്രയും മനോഹരമായ ഫോട്ടോ, നല്ലൊരു തുകയുടെ ഫോട്ടോ, ബെൽറ്റ് ഇല്ലാത്തത്, ഫോൺ വിളിക്കുന്നത്, സ്റ്റിയറിങ്ങിൽ കൈ ഇല്ലാത്തത്, അങ്ങനെ പല തരത്തിലുള്ള ഫോട്ടോകൾ എനിക്ക് അവരയച്ചു തന്നു. നല്ലൊരു തുക. വാസ്തവത്തിൽ എൻ്റെ പപ്പ ആശുപത്രിയിലായിരുന്നു. എനിക്ക് ഗവൺമെന്റ് അവിടെ ചെന്ന് MPDയോട് പറയാൻ പറ്റില്ല. ഞാൻ ടെൻഷൻ അടിച്ച് ആ വണ്ടി ഓടിച്ചെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ മുമ്പിൽ ജീവൻ മരണ പോരാട്ടം നടക്കുന്നതൊന്നും അത് ക്യാമറയ്ക്ക് അതൊന്നും വിഷയമല്ല പ്രിയരെ. ഇവിടെ പാലിക്കുന്ന എന്റെ സാഹചര്യങ്ങൾ നിയമത്തിന് വിഷയമല്ല. ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറാൻ ഇവിടെ അനുവാദമില്ല.
ന്യായീകരണങ്ങൾ പറഞ്ഞ് അത് ഇന്ന കാരണം കൊണ്ട്, ഇന്നത് കൊണ്ട്, എന്റെ സൊസൈറ്റി എങ്ങനെ, എന്റെ പ്രൊഫഷൻ ഇങ്ങനെയാണ്, ബിസി ലൈഫാണ്, അതെല്ലാം പുറത്തു നിൽക്കണം. നിങ്ങൾ ആരായിരുന്നാലും നിങ്ങളുടെ വഴികൾ അത് നിയമത്തിന് ആമേൻ അതറിയേണ്ടതില്ല, പാലിച്ചേ മതിയാകുകയുള്ളൂ. ഇതിനെ വിട്ടുകളഞ്ഞാൽ ആമേൻ നമ്മൾ ഈ നിയമത്തിൽ നിന്ന് നമ്മൾ അന്യപ്പെട്ടു പോയാൽ അധികം പിഴ ഈടാക്കേണ്ടി വരും, പിഴയടയ്ക്കേണ്ടി വരും. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാം, ആരാധന സ്റ്റൈലല്ല, ആരാധന ആമേൻ ഹല്ലേലൂയ, ആരാധന ഒരു പ്രോഗ്രാം അല്ല, അതൊരു പ്രത്യേക അനുഭവമാണ്. ആമേൻ ദൈവത്തിന്റെ വലിയ നിയോഗങ്ങളാണ്. അതിനു വേണ്ടി വില കൊടുക്കുന്നവരായിരിക്കണം ഞാനും നിങ്ങളും. ഒഴിവാകാൻ നമുക്ക് അനുവാദമില്ല. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? സഹോദരന്മാരുടെ ധാരണ ഇത് സഹോദരിമാർക്കുള്ളതാണെന്നാണ്, സഹോദരിമാരുടെ ധാരണ ഇത് മക്കൾക്കുള്ളതാണെന്ന, പുതിയ തലമുറയ്ക്കുള്ളതാണെന്നാണ്. അല്ല, പഴയ ആൾക്കാരുടെ ധാരണ പുതിയ ആൾക്കാർക്കുള്ളതാണെന്നാണ്. ചിലരുടെ ധാരണ ഇത് പാസ്റ്റർമാർക്ക് മാത്രമുള്ളതാണെന്നാണ്. ചിലരുടെ ധാരണ ഇത് റിട്ടയർമെന്റ് ആയവർക്ക് മാത്രമുള്ളതാണെന്ന്. അല്ല, ഒഴിഞ്ഞിരിക്കാൻ ആർക്കും അനുവാദമില്ല. വ്യവസ്ഥ എല്ലാവർക്കും തുല്യമാണ്. ഞാൻ ആ ആജ്ഞ എന്ന ആ വാക്കിനോട് മറ്റൊന്നും ദീർഘമായി വിശദീകരിക്കുന്നില്ല. ഒറ്റ വാക്ക്, ആത്മനിറവ് അപേക്ഷയല്ല, അത് ആജ്ഞയാണ്. പ്രാപിച്ചേ മതിയാകുകയുള്ളൂ. ആത്മനിറവ് ഏറ്റെടുക്കാതെ, ഒരു ആത്മബന്ധത്തിലേക്ക് വരാതെ, കാര്യം നടക്കാൻ വേണ്ടി മാത്രം ആമേൻ 7 ഇരുന്നും 3 ഇരുന്നും കാര്യങ്ങൾ നടത്തിപ്പോകുന്നത്, ഈ ജീവിതത്തിലെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം വന്ന് ആ സീസണിൽ മാത്രം റിസ്ക് എടുക്കുന്നതൊന്നും ആത്മീയ ജീവിതമല്ല. ആത്മനിറവിലേക്ക് എത്തപ്പെടണം, അത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരായിരുന്നാലും ആത്മനിറവിന് വില കൊടുക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. സ്വത്രം. അപ്പോൾ ഇത് കൽപ്പനയാണ്. 2, ഇതൊരു ഒരുക്കമാണ്. എന്താണ് ആത്മനിറവ്? ഇതൊരു ഒരുക്കമാണ്, ഒരുക്കമാണ്. അർത്ഥാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, അത് ജീവിതവുമായി ബന്ധപ്പെട്ട ഏതുമായിക്കൊള്ളട്ടെ, എന്ത് മേഖലയുമായിക്കൊള്ളട്ടെ, ഒന്നിനെ നേരിടാനും അതിനെ അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും ഒന്നുകൂടെ പാകമാകുന്ന, ഒന്നുകൂടെ നമ്മൾ തയ്യാറെടുക്കുന്ന ഒരു സംവിധാനമുണ്ടല്ലോ. അങ്ങനെ ഒരുവനെ പാകപ്പെടുത്തുന്ന ഒരു ഒരുക്കമാണ് ആത്മനിറവെന്ന് പറയുന്നത്. ഇത് യോഗസ്ഥലത്തിൽ കീബോർഡിന്റെ താളത്തിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾ പറയുന്ന അന്യഭാഷയ്ക്ക് അപ്പുറമാണ് സഹോദര. ആമേൻ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നാം പോലും അറിയാതെ അതിനെ തരണം ചെയ്യുവാൻ ദൈവം നമ്മളെ പാകപ്പെടുത്തുന്ന, അതിനെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും നമ്മെ പാകപ്പെടുത്തുന്ന ഒരു ഒരുക്കമാണ് ആത്മനിറവ്. ഞാനതിൽ 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സഹോദരം, അതിർത്തി കാക്കുന്നവർ, അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാർ, അവർ എപ്പോഴും ആയുധധാരികളാണ്. അവർ യുദ്ധത്തിന് എപ്പോഴും തയ്യാറാണ്. സഹോദരം, അവർ യുദ്ധത്തിന് എപ്പോഴും തയ്യാറാണ്. അതിർത്തി കാക്കുന്നവർ അവരെപ്പോഴും ഡ്യൂട്ടിയിലാണ്. അവരുടെ കയ്യിൽ ഞങ്ങൾ ഇവിടെ ഗ്രാമങ്ങളിലേക്ക് കടന്ന്, ചില ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, ഈ നക്സലൈറ്റിന്റെ സ്വാധീനമുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ, പട്ടാളക്കാരുടെ തോക്കിൻ മുനകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ചെയ്യുമ്പോഴും അത് പോയിന്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന ആ പട്ടാളക്കാരെ കാണാറുണ്ട്. അതിന് നടുവിൽ, കാരണം നക്സലൈറ്റുകൾ വരും, അവരോട് എപ്പോഴും അത്. പക്ഷെ എപ്പോഴും അവർ റെഡിയാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പോരാട്ടമോ എന്തെങ്കിലും ഒരു യുദ്ധമോ ആക്രമണമോ ഉണ്ടായാൽ അവർ ഒന്നും കൂടെ സടകുടഞ്ഞെഴുന്നേറ്റ് സജീവമാകും.
ആ സമയം ഉണ്ടായ വിഷയങ്ങളെ നേരിടാൻ അവർ ഒന്നുകൂടെ പാകമാകും. ആ പ്രവൃത്തിയാണ് ആത്മനിറവ് കൊണ്ട് അർത്ഥമാകുന്നത്. അതൊരു ഒരുക്കമാണ്. ആത്മനിറവിന്റെ വിവിധ തലങ്ങളാണ് അത്. എന്തേ? അമ്മേൻ. നമ്മൾ ആത്മനിറവിൽ ജീവിക്കുന്നവർ നമ്മൾ എപ്പോഴും നമ്മൾ യുദ്ധത്തിന് തയ്യാറാണ്. നമ്മൾ യുദ്ധസന്നദ്ധരായിരിക്കണം. എന്നാൽ ഒന്നുകൂടെ എന്തെങ്കിലും ഒരു അതാത് കാലങ്ങളിൽ വരുന്ന വിഷയങ്ങളെ, യുദ്ധങ്ങളെ, പോരാട്ടങ്ങളെ, പ്രതിസന്ധികളെ നേരിടാനും അതിജീവിക്കാനും ഒന്ന് സടകുടഞ്ഞെഴുന്നേൽക്കുന്ന, അതാത് കാലങ്ങളിൽ പാകമാക്കുന്ന ഒരു ഒരുക്കമാണ് ഈ ആത്മനിറവെന്ന് പറയുന്നത്. സ്വതന്ത്രം പണ്ടെങ്ങോ പ്രാപിച്ചു, ഞാൻ ഇത്ര വർഷം മുമ്പ് അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞ് അഭിഷേകം പ്രാപിച്ച തീയതി പറഞ്ഞുകൊണ്ടിരുന്ന പോരാ. അഭിഷേകം പ്രാപിച്ചതിന്റെ പഴക്കമല്ല വിഷയം. അതിനൊരു പുതുക്കത്തിന്റെ അനുഭവം ഉണ്ടായിരിക്കണം. അതാണ് ആത്മനിറവെന്ന് പറയുന്നത്. അത് ഒരിക്കൽ സംഭവിക്കുന്നതല്ല, നിരന്തരം സംഭവിക്കുന്നതാണ്. എവിടെയൊക്കെയാണ് ആത്മനിറവിന്റെ ഒരുക്കം നമ്മെ ബലപ്പെടുത്തുന്നത്? ആ ഭാഗം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെപ്പോഴും യുദ്ധത്തിന് തയ്യാറാണ്, നമ്മളിൽ ആയുധമുണ്ട്, നമ്മളെപ്പോഴും അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. പക്ഷെ ഒന്നുകൂടെ പെട്ടെന്നൊരു യുദ്ധം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴേ രാജ്യം ഒന്നുകൂടെ സജീവമാകും. അല്ലേ ശ്രോത്ര? രാജ്യം ഒന്നുകൂടെ സജീവമാകും. ആമേൻ. അധികാരികൾ ഒന്നുകൂടെ സജീവമാകും. ആയുധങ്ങൾക്കൊന്നുകൂടെ മൂർച്ച കൂടും. അവർ ആയുധങ്ങളെ ഒന്നുകൂടെ തുടച്ചു വൃത്തിയാക്കി അതിനുവേണ്ടി ഒന്നുകൂടെ അവർ പാകമാകും. ഇതാണ് ഒരുക്കമെന്ന് പറയും. ദൈവമക്കളെ, പോരാട്ടം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, നമുക്ക് മുമ്പിൽ വരുന്ന കഷ്ടങ്ങളെ, നമുക്ക് മുമ്പിൽ വരുന്ന എതിർപ്പുകളെ, നമുക്ക് മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെ ആമേൻ അതാത് കാലങ്ങളിൽ വരുന്നതിനെ അതാത് കാലങ്ങളിൽ തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കാനും അതിന്റെ മേൽ ആധിപത്യം വഹിച്ചു മുന്നേറാനും എളിയവനായി എന്നെയും നിങ്ങളെയും ഭാഗമാക്കുന്ന ദൈവിക ഇടപെടലാണ് ഈ ആത്മനിറവെന്ന ഒരുക്കം. ഇതെവിടെയൊക്കെയാണ്? ഇത് പരീക്ഷയുടെ മുൻപിൽ ഈ ആത്മനിറവ് അനിവാര്യമാണ്. ആത്മനിറവ് അനിവാര്യമാണ്. ഉപദ്രവങ്ങളുടെ മുൻപിൽ ഈ ആത്മനിറവെന്ന ഒരുക്കം അനിവാര്യമാണ്. ശത്രുവിനെ ജയിക്കാൻ ഈ ആത്മനിറവെന്ന ഒരുക്കം അനിവാര്യമാണ്. വിശ്വാസത്തിന്റെ നിലനിൽപ്പിന് ഈ ആത്മനിറവെന്ന ഒരുക്കം അനിവാര്യമാണ്. പരീക്ഷയുടെ മുമ്പിൽ ലൂക്കോസ് 4:1 ഒരാളൊന്ന് വായിച്ചു സഹായിച്ചാൽ വലിയ സന്തോഷമായിരിക്കും. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വായിച്ചാട്ടെ. യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. അടുത്തതും കൂടെ. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചിരുന്നില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. മതി. ഈ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഭാഗമാണ്. യേശുവിന് ആത്മനിറവിന്റെ കാര്യമുണ്ടോ, ആവശ്യമുണ്ടോ എന്ന ചോദ്യം. യേശുവിന് ആത്മനിറവിന്റെ ആവശ്യമുണ്ടോ? മനുഷ്യവേഷം ധരിച്ചിറങ്ങി വന്ന ക്രിസ്തുവിന് ആത്മനിറവ് അനിവാര്യമായിരുന്നുവെങ്കിൽ നമുക്ക് എത്രയധികം. ഹല്ലേലൂയ. യേശു പരിശുദ്ധാത്മാവിനാൽ ജന്മം ഉരുവായി. പരിശുദ്ധാത്മാവിനാൽ യേശു ഉരുവായി. യേശു സ്നാനമേൽക്കയിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രാവെന്ന രൂപേണ യേശുവിന്റെ മേൽ അധിവസിക്കുന്നുണ്ട്. ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ട കാലത്ത് എനിക്ക് ആത്മാവ് പ്രാവെന്ന പോലെ എന്റെ മേൽ ഇറങ്ങി വന്നതാ, ഇനി എനിക്കൊന്നും വേണ്ട എന്നല്ല. മുമ്പിൽ വരുന്ന ഒരു ജീവിതത്തിലേക്ക് തിരിയുമ്പോൾ മുമ്പിൽ വരുന്ന അതാത് കാലങ്ങളിൽ വരുന്ന പരീക്ഷകളുണ്ട്. പരീക്ഷകൾ എന്ന് പറയുമ്പോൾ പോരാട്ടവും കഷ്ടതയും കണ്ണുനീരും മാത്രമല്ല കേട്ടോ.
പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, ദൈവത്തെ ത്യജിക്കുന്ന, വിശ്വാസം ത്യജിക്കുന്ന, വിശ്വാസത്തിന്റെ വീര്യം കുറയ്ക്കുന്ന, പാപ സ്വഭാവത്തിലേക്ക് നമ്മളെ വീണ്ടും നയിക്കുന്ന ആ പ്രേരണകൾ നൽകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, പരീക്ഷയുടെ വിവിധ തലങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ, അവിടെ നാം പോലും അറിയാതെ നമ്മെ പാകപ്പെടുത്തുന്ന ഒരു വിശുദ്ധനോടുള്ള ദൈവത്തിന്റെ നീതിയാണ് ഈ ആത്മനിറവെന്ന ഒരുക്കം. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ നമ്മുടെ ഈ അന്യഭാഷയൊന്നും പിശാച് പേടിക്കുന്നുണ്ടെന്ന് കരുതരുത് കേട്ടോ. നമ്മുടെ അന്യഭാഷയുടെ ടോൺ കാണുമ്പോഴേ പിശാചിനറിയും ഇവൻ ആദികേറി പറയാണ്. പോരാട്ടം വരുന്നെന്ന് പറയുമ്പോഴേ ഒറ്റ ആരാധന, അപ്പോഴേ പിശാചിനറിയാം ഇവൻ ആ പോരാട്ടത്തെ പേടിച്ചായി പറയുന്നത്. നമ്മുടെ കൂട്ടായ്മകൾ പിശാച് ഭയക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം. നമ്മുടെ കൂട്ടായ്മകൾ പലതും പിശാച് ഭയക്കുന്നില്ല. കാരണം പിശാച് വെയിറ്റിങ്ങില്ല. നിങ്ങളുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിശാചും വെളിയിൽ വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ സഭയിൽ ചെന്ന് 2.5 മണിക്കൂർ 3 മണിക്കൂർ കീബോർഡ് ആരാധന തകർത്ത് വരുമ്പോൾ പുള്ളി വെളിയിരിപ്പുണ്ട്. കാരണം പിശാച് അറിയാം ഈ ബഹളം എല്ലാം കൃത്യം 1 മണിയാകുമ്പോൾ തീരും. അവൻ പിന്നെ സാധാരണക്കാരനായിട്ട് വീണ്ടും താഴോട്ട് ഇറങ്ങി വരും. സാധാരണ ജീവിതം കൃത്യം 1:30 മുതൽ തുടങ്ങും. അല്ലേ? സഭായോഗം കഴിഞ്ഞ് നമുക്കെല്ലാം ഒരു മയക്കം ഉണ്ടല്ലോ. ഈ വിദേശത്തുള്ളവർക്കുണ്ടോന്ന് അറിയില്ല. പൊതുവെ ഒരു വിശുദ്ധ മയക്കം ഞായറാഴ്ച എല്ലാരെയും ഒന്ന് അലട്ടാറുണ്ട്. ഉച്ച കഴിഞ്ഞ് ആരെയും പെട്ടെന്ന് അങ്ങനെ കിട്ടാറില്ല. ഒന്നും മയങ്ങി എന്ന് പറയും. സ്തോത്രം. ഞങ്ങൾക്കിപ്പോ തണുപ്പ്, നല്ല ശക്തമായ തണുപ്പിന്റെ കാലമാണ്. ഒറീസയിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. സ്തോത്രം. അപ്പം മയക്കം കൂടാൻ സാധ്യതയുണ്ട്. അല്ലേ? ഒന്നുറങ്ങി എഴുന്നേക്ക് കഴിയുമ്പോഴേ പിശാചിന്റെ വശത്തായി കഴിയും നമ്മള്. പിന്നെ നമുക്ക് ഈ ആരാധനയുടെ മൂഡ് കിട്ടുമെങ്കിൽ പിന്നെ അടുത്ത ഞായറാഴ്ചയേ ഉള്ളൂ. സൺഡേ ചർച്ചയിൽ പറയുന്ന അത്ര അന്യഭാഷ സന്ധ്യപ്രാർത്ഥനയ്ക്ക് നമ്മൾ പറയാറില്ലല്ലോ. സൺഡേയിൽ അവിടെ ഉണ്ടായിരുന്ന ആത്മീയ ആനന്ദങ്ങൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ പലപ്പോഴും പണിയപ്പെടാറില്ലല്ലോ. പിശാചിനറിയാം ആഴ്ചയിൽ ഒന്നെത്തുന്ന ചർച്ച അല്ല, അതൊന്നും പിശാച് പേടിക്കുന്നില്ല. ഇവൻ വിശന്ന് കഴിയുമ്പോൾ ആ ചർച്ച വിടും. ഇവൻ സാധാരണ ജീവിതത്തിലേക്ക് വരും. 1:30 ആകുമ്പോൾ ഫോൺ കയ്യിലെടുക്കും. 1:35 ആകുമ്പോൾ അവൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യും. ഇതെല്ലാം പിശാചിന് നന്നായിട്ട് അറിയാം. നമ്മുടെ കണ്ണിനെയും കാതിനെയും നമ്മുടെ മനസ്സിനെയും വശീകരിച്ചുകൊണ്ട് പാപത്തെ ആസ്വദിപ്പിക്കുന്ന പരീക്ഷകൾ. അവിടെ പറഞ്ഞത് യേശുവിന് വിശന്നു. യേശുവിന് വിശന്നപ്പോഴാണ് അവൻ അടുത്ത് വരുന്നത്. എന്ന് നമ്മുടെ വിശപ്പ്, നിങ്ങളുടെ ബോഡിയുടെ, നിങ്ങളുടെ ശരീരത്തിന്റെ, നിങ്ങളുടെ മനസ്സിന്റെ വിശപ്പ് പിശാച് നന്നായി അറിയുന്നു. നിങ്ങൾക്ക് ഏതിനോടാണ് അധിക വാസനയുള്ളത്, നിങ്ങൾ ഏതിനോടാണ് അധികം ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഇതെല്ലാം പിശാചിന് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ അന്യഭാഷ കൊണ്ട് മറയ്ക്കാനൊന്നും നോക്കിയാൽ പാസ്റ്ററിനെ കളിപ്പിക്കാം. പാവം പാസ്റ്റർ മുന്നിൽ വന്ന് നല്ലൊരു സ്വോത്രവും പറഞ്ഞ് നല്ലൊരു സ്വോത്രാഴ്ചയും കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പൊന്നെ, ഇതുപോലൊരു വിശുദ്ധൻ വേറെയില്ല. പക്ഷെ നമ്മുടെ രഹസ്യ വഴികളെ അറിയുന്നത്, നമ്മുടെ രഹസ്യ ജീവിതം അറിയുന്നത് പാസ്റ്റർ അല്ല, അത് കാണുന്നൊരു പൈശാചിക തലമുണ്ട്. നമ്മുടെ വിശപ്പ്, നിങ്ങളുടെ ശരീരത്തിന്റെ വിശപ്പ്, നിങ്ങളുടെ മനസ്സിന്റെ വിശപ്പ്, നിങ്ങളുടെ ആഗ്രഹങ്ങളെ അറിയുന്നൊരു സാത്താൻ മുൻപിലുണ്ട്. അവൻ പരീക്ഷിക്കേണ്ടതിന്, അവൻ നമ്മൾക്ക് ടെംപ്ടേഷനുമായി, അവൻ സാധ്യതകളുമായി എത്തുമ്പോൾ ആ പരീക്ഷകളെ വിശുദ്ധീകരിക്കപ്പെടാൻ അതിയായ വാഞ്ചയുള്ള ആത്മനിറവിന്റെ ജീവനം നയിക്കാൻ കൊതിക്കുന്നവനെ ആ പ്രലോഭനങ്ങളിൽ വീഴ്ത്താതെ അതിനെ മറികടക്കാൻ വചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ മറികടക്കാൻ നമ്മെ പാകപ്പെടുത്തുന്ന നമ്മുടെ മനോമണ്ഡലങ്ങളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ സാഹചര്യങ്ങളെ ആ പിശാചിനോടുള്ള എതിർപ്പിന് പാകമാക്കുന്ന ഒരുക്കമാണ് ഈ ആത്മനിറം. വശംബദരായി പോയെന്ന് പറയുന്നു. ദൈവമക്കളെ, ഈ സഭകളിൽ കിട്ടുന്ന ആത്മീയ ആനന്ദം പല കുടുംബങ്ങളിലും ഇല്ല. ആമേൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലരും ഈ ദിവസങ്ങളിൽ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് ശക്തമായി ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടുംബം ശാസനയും പൽസനയും ദൂതുമല്ല, വചനം. ഈ കുടുംബ ജീവിതത്തിൽ വചനത്തിന് സ്ഥാനം കല്യാണവേദി മാത്രമേ ഉള്ളൂ.
കല്യാണവേദി 45 സങ്കീർത്തനം വായിക്കുന്നു, ലേഖനങ്ങളിലെ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം എന്നൊക്കെ പറഞ്ഞ് വായിച്ച് ആശംസയും പറഞ്ഞ് അവിടം കൊണ്ട് വിടുകയാണ്. പിന്നെ ഇവർ താഴോട്ടിറങ്ങി പിന്നെ ഒരു സാധാരണ ജീവിതം തുടങ്ങി കഴിയുമ്പോൾ ദൂത് മാത്രമാണ് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂത് കേൾക്കുന്നു, എവിടെ പോണോ, UK പോണോ, ജർമ്മൻ പോണോ, ലണ്ടൻ പോണോ, മോൻ വേണോ, പ്രഗ്നന്റ് ആകുമ്പോഴേ ദൂത് തുടങ്ങുകയാണ്. അതിനകത്ത് ആണാണോ പെണ്ണാണോ, അത് പ്രവാചകനാണോ പ്രവാചകനാണോ ഗായകനാണോ, അകത്തൊരു ഗായകൻ കിടപ്പുണ്ടെന്ന് പറഞ്ഞു കളയും. ഇതൊക്കെ പറയുന്ന ആളുകളുണ്ട്, താരം നടക്കം പറയുന്നവരുണ്ട്. ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിരുവഴുത്തിന്റെ പ്രാധാന്യം അന്യപ്പെട്ടു. പല കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. ഭാര്യയും ഭർത്താവിടെ വീട്ടിലുണ്ടെന്നേ ഉള്ളൂ, ആത്മീയ ഐക്യതയില്ല, ദൈവസ്നേഹത്തിന്റെ ആഴമില്ല, സ്നേഹത്തിന്റെ ബാന്ധവം നഷ്ടപ്പെട്ടു പോയി. പല കുടുംബങ്ങളും തകർച്ചയുടെ വക്കിലാണ്. പല അഭിഷിക്ത കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. പണം ഉള്ളത് കൊണ്ട് ഇതാരും പെട്ടെന്ന് പിടിക്കുന്നില്ല. നമുക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഇന്റർനാഷണൽ ഇമേജ് കിട്ടിയിട്ടുണ്ട്. സഹോദരൻ, പലരും ഒന്നിച്ച് വെറുതെ കഴിയുകയാണ്. വെറുതെ. ഞാൻ ദൈവസഭയോടൊരു ബുദ്ധി ഉപദേശിക്കാം. കുടുംബങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടി ശക്തമായ ആയുധങ്ങൾ മൂർച്ച കൂടട്ടെ എന്ന്, അതിനുവേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ എന്ന്. ദൈവമക്കളെ, ജോലിയല്ല പ്രധാനം, കുടുംബമാണ് പ്രധാനം. ആദ്യം കുടുംബം സംരക്ഷിക്കണം. കുടുംബം ആദ്യത്തെ സഭയാണ്. കുടുംബം ആദ്യത്തെ സഭയാണ്. ദൈവം ഇറങ്ങി വന്നത് സഭയിലല്ലായിരുന്നു, ആദ്യം ഇറങ്ങിയത് കുടുംബത്താണ്. കുടുംബത്തിലില്ലാത്ത ദൈവ സാന്നിധ്യം സഭയ്ക്കകത്ത് കിട്ടത്തില്ല. കുടുംബത്തിലില്ലാത്ത ഒരാത്മതലവും മറ്റെവിടുന്നും പണിതെടുക്കാൻ പറ്റില്ല. കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രിയിലും അഴിയണം. പണപ്പെരുപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. പലയിടങ്ങളിലും സ്തോത്രം, പലരും ഇട്ടെറിഞ്ഞോടാൻ വയ്യാത്തത് കൊണ്ട് പല തലമുറകളെ ചൊല്ലി പലരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങൾ ബലപ്പെടണം. കുടുംബങ്ങളാണ് ആദ്യത്തെ സഭ. സഹോദരം, ഞാൻ അത്രയും പറഞ്ഞത് ഈ ഒരു കാര്യം കൂടെ പറയാം. വചനത്തിൽ ഭാഗം പറയുന്നുണ്ട്, ദൈവം അവരെ ആണും പെണ്ണുമായി, ആദിയിൽ ദൈവം അവരെ ആണും പെണ്ണുമായി എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. ഇരുവരും ഒരു ദേഹമായി തീർന്നു. ഇതാണ് കുടുംബം. ആണും പെണ്ണും കൂടെ നയിക്കുന്ന ഒരു സംവിധാനമല്ല കുടുംബം. ആണും പെണ്ണിനെയും കൂടെ ചേർത്ത് നിർത്തി ഒരു ദേഹം എന്ന മർമ്മത്തിലേക്ക് വന്നു. അതാണ് കുടുംബം. അല്ലാതെ അച്ഛന് ചൂടായാൽ എനിക്കും ചൂടാകാം, നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം, ഞാൻ കീഴ്പ്പെടണമെങ്കിൽ നീയും കീഴ്പ്പെടണം. അല്ലാതെ ഈ ആണും പെണ്ണും കൂടെ നയിക്കുന്ന എനിക്കും ബലപ്പെടണം. നോ, ആണും പെണ്ണും കൂടെ നയിക്കുന്ന ഒരു സംവിധാനമല്ല കുടുംബം. എന്നാ വെച്ചാൽ ഞാൻ ആണും പെണ്ണും കൂടെ നയിക്കുന്ന അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വാക്കുകളെയാണ് മനസ്സിലാക്കേണ്ടത്. വെറും ഒരു സ്ത്രീയും പുരുഷനുമായി നയിക്കപ്പെടേണ്ടതല്ല. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അത് ഒരു ദേഹം എന്ന മർമ്മത്തിലേക്ക് വരണം. ഒരു ദേഹം എന്ന മർമ്മം. ആ ഒരു ദേഹത്തിന്റെ മർമ്മത്തിലേക്ക് വരാതെ കുടുംബജീവിതം വിജയകരമാകത്തില്ല. പണങ്ങൾ കുടുംബജീവിതങ്ങളെ നിയന്ത്രിക്കുന്നു, പദവി കുടുംബജീവിതത്തെ നിയന്ത്രിക്കുന്നു, അസമാധാനം വാഴുന്നു. തലമുറകൾ പലരും കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. സ്തോത്രം. കരഞ്ഞ് അതിനുവേണ്ടി വില കൊടുക്കണം. പല വലിയ നമ്മൾ ഇത് ലൈവ് ഒന്നും അല്ലാത്തത് കൊണ്ടൊന്ന് ഞാൻ ആ കാര്യം തുറന്ന് ആത്മഭാരത്തോടെ പറയുന്നത്, ദൈവമക്കളെ, പല വലിയ പാരമ്പര്യങ്ങൾ പറയുന്നവരും വലിയ ആത്മീയരെന്ന് പറയുന്നവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ തകർന്ന് തരിപ്പണമായി ഒരു വാക്യമില്ലാത്തതിന്റെ പേരിൽ ചില അഭിഷിക്തന്മാര് ദൈവനാമം ദുഷിക്കപ്പെടരുതല്ലോ എന്നോർത്തുകൊണ്ട് ചില കുടുംബങ്ങൾ പുറത്തെ ഇമേജ് ഭയങ്കരമാണ്. വലിയ രാജ്യങ്ങളുടെ പേര് പറയുമ്പോഴും അവർ തകർച്ചയുടെ വക്കിലാണ്. കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളോട് പടപൊരുതണം. പ്രാർത്ഥിച്ച് രാജ്യങ്ങൾ കയറുന്ന തിരക്കിനിടയ്ക്ക് സ്വന്തം കുടുംബങ്ങൾ ആത്മാവിൽ സംരക്ഷിക്കാൻ വിട്ടുപോയവർ, സ്വന്തം കുടുംബങ്ങൾ ആത്മതലങ്ങളിൽ പൊതിയാൻ മറന്നുപോയവർ ഇന്ന് തകർച്ചയുടെ വക്കിലേക്ക് പോകുമ്പോൾ, പല സഹോദരങ്ങളും ഇന്ന് നിലവിളിക്കുമ്പോൾ, ദൈവമക്കൾ എല്ലാവരും കുടുംബങ്ങൾ പണിയപ്പെടാൻ വില കൊടുക്കണം. വീട്ടിൽ കിട്ടാത്ത സാന്നിധ്യം സഭയ്ക്കകത്ത് കിട്ടത്തില്ല കേട്ടോ. കുടുംബമാണ് പ്രധാനം. പുരുഷൻ ശരീരം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ തലയാണ് പുരുഷൻ, ആ ശരീരമാണ് സ്ത്രീ. അപ്പം നമ്മൾ പറയാം ആണാ ഇതെന്റെ ഹെഡ് ഓഫ് ദ ഹൗസ്, ഹെഡ് ഓഫ് ദ ഫാമിലി. ഞാനാ. ശരീരം നൽകുന്ന പാഠം
തല മുകളിലും ബോഡി താഴെ എന്നുള്ളതല്ല പാഠം. അത് അത് കുഞ്ഞു പിള്ളേരുടെ കാഴ്ചപ്പാടാണ്, ശൈശവത്വമുള്ള കാഴ്ചപ്പാടാണ്. ശരീരം എന്ന് പറയുമ്പോൾ അവിടെ തലയും ബോഡിയും തന്നെ വിഘടിപ്പിക്കുകയല്ല വേണ്ടുന്നത്. ശാമേൻ, അത് ഒരു ദേഹം എന്നുള്ളൊരു മർമ്മം മാത്രമേ ഉള്ളൂ, ഒന്നാണെന്ന ചിന്തയുള്ളൂ. ആമേൻ. കുടുംബങ്ങൾ ആത്മാവിൽ വചനത്തിന്റെ വെളിപ്പാടിലേക്ക് തലമുറകളുടെ കുടുംബങ്ങൾ പണിയപ്പെടണം. അഭിഷിക്ത കുടുംബങ്ങൾ പണിയപ്പെടണം. ഞാൻ രാത്രികളിൽ ചിലരെ കുറിച്ചുള്ള ദർശനങ്ങൾ കണ്ടു. അവർ കരയുന്നു, ഞാനിത് മടുത്തു എന്ന് പറഞ്ഞ്. ആമേൻ. കുടുംബ ബന്ധങ്ങൾ ശക്തരായ അഭിഷിക്തന്മാർ, കുടുംബങ്ങൾ അവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ യെസ്, അവർ തകർച്ചയുടെ വക്കിലാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ദൈവമക്കളെ, പണിത് പുറം മോടിയിലെല്ലാം നേടിയിട്ട് ആമേൻ അകത്ത് നഷ്ടപ്പെടുന്നവരായിട്ടല്ല നമ്മുടെ കുടുംബങ്ങൾ ഭദ്രമാകണം. ദൈവദാസനോടും ദൈവസഭയോടും പരിശുദ്ധാത്മാ ബുദ്ധി ഉപദേശിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. കുടുംബങ്ങളുടെ സംരക്ഷണത്തിന്, കുടുംബങ്ങളുടെ നിലനിൽപ്പിന് വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും പോരാടാൻ ആത്മതലത്തിൽ കരുത്ത് പ്രാപിക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. അത്യന്താപേക്ഷിതമാണ്. എല്ലാ കാര്യങ്ങളും ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സമയം ഇവിടെ കഴിയുന്നുണ്ട്, ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് ഒരുക്കമാണ്. പ്രലോഭനങ്ങൾ വരുമ്പോൾ, പരീക്ഷിക്കാൻ വരുമ്പോൾ, ആമേൻ, പിശാച് കൊണ്ടുവരുന്ന ഉപദ്രവങ്ങളുടെ നടുവിൽ ഈ ആത്മനിറവെന്ന ഒരുക്കം നിങ്ങളെ പാകപ്പെടുത്തി അതിനെ അതിജീവിക്കാൻ നമ്മെ കരുത്തു പകരുന്ന ഒരുക്കമാണ് ആത്മനിറവ്. ഞാനതിന്റെ ഒരു ഭാഗം കൂടെ പറഞ്ഞ് മുൻപോട്ട് പോകാം. ലൂക്കോസ് 22:43 ആമേൻ, വീണ്ടും കർത്താവ് ശക്തീകരണം പ്രാപിക്കുകയാണ്. അവനെ ശക്തിപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി എന്നവിടെ പറയുന്നു. അവനെ ശക്തിപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ആരെ ശക്തിപ്പെടുത്തേണ്ടതിന്? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ദൂതൻ കടന്നു വരികയാണ്. എന്ത്? അയ്യോ, സ്നാനക്കടവിൽ ആത്മനിറവ് പ്രാപിച്ചല്ലോ. ആമേൻ. പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആത്മനിറവ് പ്രാപിച്ചല്ലോ. അപ്പോൾ ഇനി എന്തിനൊരു ആത്മനിറവിന്റെ ആവശ്യം എന്താ? പണ്ടങ്ങോ പ്രാപിച്ചതിന്റെ കണക്ക് പറയാനല്ല. ആമേൻ. തന്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ, ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ ആത്മനിറവ് പ്രാപിച്ചവൻ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ശാക്തീകരണം ഏറ്റെടുക്കുകയാണ്. എന്തിനാണ് ആ ശാക്തീകരണം? ഉപദ്രവങ്ങളുടെ മുമ്പിൽ, തനിക്ക് മുമ്പിൽ വരുന്ന ആമേൻ, ഇതാ ആ കഷ്ടതയുടെ നടുവിൽ അതിനെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും പുത്രനെ പാകമാക്കിയ ആ ആത്മനിറവ്. ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാം, കഷ്ടങ്ങളുടെ നടുവിൽ ആത്മനിറവ് അനിവാര്യം. പ്രതിസന്ധികളുടെ നടുവിൽ നിലനിൽക്കണമോ? ആത്മനിറവ് അനിവാര്യം. പണ്ടെങ്ങോ പ്രാപിച്ചതിന്റെ കണക്ക് പറയുകയല്ല. ആമേൻ. അതിനെ ഇന്ന് വരുന്നതിനെ നേരിടാനുള്ള ഒരാത്മ ചൈതന്യം ഏറ്റെടുക്കണം. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മതലങ്ങളെയും ഒരുപോലെ ബലപ്പെടുത്തി പിശാച് കൊണ്ടുവരുന്ന കഷ്ടങ്ങളെ അതിജീവിക്കാൻ പാകമാക്കുന്ന ഒരു ദൈവിക സന്ദർശനമുണ്ട്. അത് ഏറ്റെടുക്കുന്ന ഒരു ആത്മതലത്തിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെടണം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 55-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസിനെ കുറിച്ച് പറയുന്നു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 55-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. സ്തേഫാനോസ് എവിടെയാണ് ആത്മനിറവെന്ന ഒരുക്കത്തിലേക്ക് എത്തുന്നത്? ശ്രദ്ധിച്ചു നോക്കിക്കേ. ഉപദ്രവങ്ങളുടെ നടുവിൽ. ആമേൻ. ചുറ്റും കഷ്ടതയാണ്, ചുറ്റുമുള്ളവർ കല്ലെറിയുകയാണ്, ചുറ്റുമുള്ളവർ ആയുധത്തിന് മൂർച്ച കൂട്ടി തനിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. ഇരുചെവികളും പൊത്തിപ്പിടിച്ച് അലറിക്കൊണ്ട് ആമേൻ സ്തേഫാനോസിന് നേരെ പാഞ്ഞെടുക്കുകയാണ്. ഒറ്റ പ്രസംഗം, ഒടുവിൽ ലോകം അവനെ തകർക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചേ. പ്രതികൂലത്തിന്റെ നടുവിൽ ഒന്ന് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്തൊരു മേഖല, ഒന്ന് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്തൊരു മേഖല,
ഒന്ന് പ്രാർത്ഥിച്ച് സഹായിക്കാൻ പിന്തുണയില്ലാത്ത മേഖലകൾ. അമ്മേൻ പ്രതികൂലത്തിൽ താൻ ഒറ്റപ്പെട്ടവനായി നിന്നുകൊണ്ട് ആ കഷ്ടതയെ താൻ വരവേൽക്കുമ്പോൾ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ആമേൻ. എന്തിനാണ് ഈ ആത്മനിറവ്? ഓൾറെഡി സ്തേഫാനോസ് ആത്മനിറവ് വഹിക്കുന്നവനല്ലേ? സ്തേഫാനോസിന്റെ പേര് ആദ്യം രേഖപ്പെടുത്തുന്ന ഇടം മുതൽ ആത്മനിറവെന്നൊരു അഡ്രസ് അവന്റെ പേരിനൊപ്പം ഉണ്ടല്ലോ. ആമേൻ. വീണ്ടും വീണ്ടും എന്തിനാ ഈ നിറവ്? ഓൾറെഡി ഉണ്ടല്ലോ എന്ന് പറയാനല്ല. വന്നു ചേരുന്ന പ്രതികൂലങ്ങൾ ചെറുതോ വലുതോ ആയാലും ഭക്തനെ അതാത് കാലങ്ങളുടെ നടുവിൽ, അതാത് കാലങ്ങളിൽ പ്രതിസന്ധികളുടെ നടുവിൽ ആ പോരാട്ടങ്ങളെ, ആ കഷ്ടങ്ങളെ, ആ വന്നു ചേരുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനും അതിജീവിക്കുവാനും പ്രാപ്തമാക്കുന്ന ദൈവിക സന്ദർശനമാണ് ഈ ആത്മനിറവെന്ന ഒരുക്കം. ഹല്ലേലൂയ. ആത്മനിറവെന്ന ഒരുക്കമില്ലാത്തവർക്ക് പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ കഴിയില്ല പ്രിയരെ. ആത്മനിറവെന്ന ഒരുക്കമില്ലാത്തവർക്ക് പ്രതിസന്ധികളുടെ നടുവിൽ തന്റെ ഇടത്തോടെ നിൽക്കാൻ കഴിയില്ല പ്രിയരെ. നമ്മൾ പ്രാപിച്ച പ്രവചനങ്ങളുടെ എണ്ണം പറഞ്ഞാലൊന്നും ഇവിടെ ജയിച്ചു മുന്നേറാൻ കഴിയില്ല. ദൂതുണ്ട്, വാക്യത്തുണ്ട്, അതിനൊക്കെ ആമേൻ. പക്ഷേ ഇവിടെ വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ അതിനെ ജയിച്ചു മുന്നേറാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു ദൈവിക ഇടപെടലുണ്ട്. അതാണ് ഈ ആത്മനിറവ്. അവനോ ആത്മനിറവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, എന്ത് പ്രസംഗിച്ചോ അത് കാണാൻ. എന്തിനാണ് ഈ ആത്മനിറവ്? ആരെ കുറിച്ച് പ്രസംഗിച്ചോ ആ സിംഹാസനം ഒന്ന് കാണാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രതികൂലം വരുമ്പോ ഈ വീണ്ടും കുനിഞ്ഞു കിടന്ന് കരയുകയല്ല, ഈ തലയൊന്ന് ഉയർത്താനുള്ളൊരു മനോഭാവം വേണമല്ലോ, ഉയരത്തിലോട്ട് നോക്കാനുള്ളൊരു മനോഭാവം വേണമല്ലോ. സഹോദരൻ, അയ്യോ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞ് കല്ലുകളെ നോക്കി വേദനപ്പെടാനല്ല, അവൻ ഈ തലയൊന്ന് ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി. ആമേൻ. നാലുപാടും നോക്കി വേദനപ്പെടുകയല്ല, തല ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ തുറക്കപ്പെട്ട സ്വർഗവും സിംഹാസനസ്ഥനായ ദൈവത്തെയും വലത്തുഭാഗത്ത് നിൽക്കുന്ന പുത്രനെയും കണ്ട് താൻ ആനന്ദിക്കുകയാണ്. ദൈവമക്കളെ, പ്രതികൂലങ്ങളുടെ നടുവിൽ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ദൈവിക ഇടപെടലാണ് ഈ ആത്മനിറവെന്ന ഒരുക്കം. അത് യോഗസ്ഥലത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. നിങ്ങൾ ഒറ്റയ്ക്കാകുന്ന വഴികളിൽ, പീഡനങ്ങളുടെ നടുവിൽ, ഉപദ്രവങ്ങളുടെ നടുവിൽ, എല്ലാവരാലും തള്ളപ്പെടുമ്പോൾ, പ്രതിസന്ധികൾ ഏറുമ്പോൾ, നിങ്ങൾ ചിലപ്പോൾ അന്യമായ ദേശങ്ങൾ, ഒരാൾക്ക് ഓടിയെത്താൻ കഴിയാത്ത, ഒരാൾക്കൊന്ന് സഹായത്തിന് ഓടിയെത്താൻ കഴിയാത്ത പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയും ശത്രു കൊണ്ടുവരുന്ന ആയുധങ്ങളുടെ നടുവിൽ അയ്യം വിളിക്കാൻ സമ്മതിക്കാതെ ഉടരവ ശാന്തനാരവ പ്രതികൂലങ്ങൾ ഏറുമ്പോൾ, പ്രതിസന്ധി ഏറുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വന്നു ചേരുന്ന ഇടങ്ങളിൽ ആ നേരിടുന്നതിനെ അതിജീവിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ദൈവിക ഇടപെടലാണ് ആത്മനിറവെന്ന ഒരുക്കം. അതിന്ന് രാത്രി ഏറ്റെടുക്കുന്ന ദൈവമക്കൾ വായികൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. അർബാന ശബ്ദനാദിയ അമേൻ. മൂർച്ച കൂട്ടിക്കൊണ്ട് ശത്രു തന്റെ തന്ത്രങ്ങൾക്ക് വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് അവൻ നമുക്ക് നേരെ വരുവാനൊരുങ്ങുമ്പോൾ അതിന്റെ നടുവിലും ശത്രു കൊണ്ടുവരുന്ന കല്ലുകളെ നോക്കി വേദനപ്പെടാനല്ല, അവിടെ നിന്നും തുറന്ന സ്വർഗം കണ്ടൊന്ന് ധൈര്യം പ്രാപിക്കാൻ, ബലപ്പെടാൻ, അയ്യം വിളിക്കാതെ, അയ്യം വിളിച്ച് വേദനപ്പെടാതെ അവൻ ധൈര്യത്തോടൊന്ന് തലയെടുപ്പോടൊന്ന് നിൽക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ദൈവിക ഇടപെടലാണ് ഈ ആത്മനിറവെന്ന ഒരുക്കം. സ്തോത്രം. ഉപദ്രവങ്ങളുടെ നടുവിൽ ശത്രുവിനെ ജയിക്കാൻ വിശ്വാസത്തിന്റെ നിലനിൽപ്പിന് ഈ ഒരുക്കം അനിവാര്യമാണ്. അമേൻ. 4 ഭിത്തിക്കകത്തുള്ള കൂട്ടായ്മകൾ, അമേൻ, അത് അവിടം കൊണ്ട് ഒതുങ്ങാതെ അതിന്റെ ചലനങ്ങൾ നിങ്ങളുടെ വഴികളിൽ വെളിപ്പെടട്ടെ. അതിന്റെ ചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ അത് പ്രകടമാകട്ടെ. ഞാൻ ഓരോ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടുകയാണ്. അർത്ഥാന. ചില വേദനകളൊന്നും മനുഷ്യനോട് പറയാൻ, ചില വേദനകളൊന്നും മനുഷ്യനോട് പറഞ്ഞ് ആശ്വസിക്കാൻ പോലും കഴിയാതിരിക്കുന്ന വഴികളിൽ, ആമേൻ,
സ്തോത്രം. ചിലതൊന്നും നമുക്ക് പുറത്തു പറയാതെ അകത്ത് വേദനപ്പെടുമ്പോൾ ആമേൻ, നിങ്ങൾക്ക് മുമ്പിൽ വന്നു ചേരുന്നതിനെ ജയിച്ച് മുന്നേറാൻ ഒരു മനുഷ്യനും വരാതിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവിക ഇടപെടൽ, നിങ്ങളെ പാകമാക്കുന്ന ദൈവിക നിയോഗങ്ങൾ ഇന്ന് രാത്രി ഓരോ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവ് അത് പങ്കുവയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവ് അത് കൈമാറുകയാണ്. ഇന്ന് രാത്രി വായികൾ തുറന്ന് ദൈവത്തെ സ്തുതിക്ക്, അധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ നീതി നിയോഗങ്ങൾ നമ്മളിലേക്ക് ചലിക്കട്ടെ. അർദ്ധനാദിയ സത്യത്തിന് വേണ്ടി നിന്നിട്ട്, നീതിക്ക് വേണ്ടി നിന്നിട്ട്, വാഗ്ദത്തത്തിന് വേണ്ടി നിന്നിട്ട്, ഉപദേശത്തിന് വേണ്ടി നിന്നിട്ട്, വില കൊടുത്ത് കാത്തു നിന്നിട്ട്, ഒടുവിൽ ഒറ്റപ്പെടലുകളിലേക്ക്, ഒറ്റ പ്രസംഗമാണ് മരണത്തിലേക്ക് നയിക്കുന്നത്. ഒരു വേദിയും കൂടെ കിട്ടുന്നില്ല. സത്യത്തിന് വേണ്ടി നിന്നിട്ട്, സത്യം സംസാരിച്ചിട്ട്, കല്ലുകളാലുള്ള ഏറുകൾ സഹിക്കേണ്ടി വരുന്ന വഴികൾ. ആമേൻ. അവിടെ നീ ഒറ്റയ്ക്കല്ല. നിന്റെ നാടി നരമ്പുകളെ പാകപ്പെടുത്തിക്കൊണ്ട്, നിന്റെ ശരീരത്തെ പാകപ്പെടുത്തിക്കൊണ്ട്, നിന്റെ വഴികളെ ബലപ്പെടുത്തിക്കൊണ്ട്, ആമേൻ, ആ പ്രതിസന്ധികളെ നേരിടാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു ദൈവിക ഇടപെടൽ. രാത്രി നിങ്ങൾ വായി തുറന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാമോ? നമ്മളൊരു പ്രസംഗം നടത്തുകയല്ല, പക്ഷെ ഈ ഒരു വേളയിൽ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഈ പ്രതിസന്ധിയിൽ തളർന്നു പോകാതിരിക്കേണ്ടതിന് നമ്മെ പാകമാക്കുന്ന ദൈവിക നിയോഗങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരിലേക്കും എല്ലാ സമ്മർദ്ദങ്ങൾ നിറഞ്ഞ്, ഹല്ലേലൂയ, എല്ലാം ഇട്ടെറിഞ്ഞു പോകാനുള്ള സമ്മർദ്ദങ്ങൾ മുൻപിൽ ഉയരുമ്പോൾ അവിടെയും ദൈവാത്മാവ് തുണ നിൽക്കുന്നൊരു മേഖല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ടോമി എന്ന് പറയുന്ന ദൈവദാസൻ, പരിശുദ്ധാത്മാവ് ആ ഡിവൈസിലിടിക്കുന്ന പ്രിയ ദൈവദാസനോട് ഇപ്രകാരം ആമേൻ തന്റെ ശബ്ദത്തെ പങ്കുവയ്ക്കുകയാണ്. ആമേൻ. എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും, ചുറ്റുപാടും പുറമെ നോക്കിയാൽ എല്ലാം ഉണ്ടെങ്കിലും, ആമേൻ, ഒത്തിരി പുറമെ ചിരിക്കുമ്പോഴും ആനന്ദിക്കുമ്പോഴും ആരും അറിയാതെ ഉള്ളിന്റെ വേദനകൾ അകത്തടക്കി പിടിക്കുന്ന വഴികളിൽ പരിശുദ്ധാത്മാവിന് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായം, തുണ നിൽക്കുന്ന ദൈവത്തിന്റെ നീതി ഇന്ന് ഈ നിമിഷം പരിശുദ്ധാത്മാവ് തന്റെ ബലം കൈമാറുകയാണ്. ഉടയാൻ സമ്മതിക്കാതെ ദൈവത്തിന്റെ നിലനിൽപ്പ്. ധൈര്യപ്പെടണം. ബലപ്പെടുത്തുന്ന ഒരു ദൈവകൃപ. മനുഷ്യന്റെ വാക്കുകളെല്ലാം മുറിപ്പെടുത്തുകയാണ്. കഴിഞ്ഞൊരു 3 വർഷത്തെ വേദനകൾ, മനുഷ്യന്റെ തീരുമാനങ്ങൾ നമുക്ക് ആശങ്ക തരികയാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുന്നു. നിന്റെ വഴികളെ ഉറപ്പുള്ളതാക്കി മാറ്റി. എല്ലാം തകരുന്നതിന് നടുവിലും പുതിയതൊന്ന് ജനിപ്പിച്ച് പുതിയതൊന്ന് പുറത്തു കൊണ്ടുവന്ന് നിന്റെ വഴികൾക്ക് പുതിയ അംഗീകാരം നൽകാൻ ദൈവത്തിന്റെ നീര് തന്റെ ദാസന്റെ മേൽ വെളിപ്പെടുകയാണ്. സ്വതന്ത്രം. മനുഷ്യൻ എന്തും പറയട്ടെ, മനുഷ്യന്റെ വാക്കുകളൊക്കെ ദുഃഖം നൽകുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ തീരുമാനങ്ങൾ തികവുള്ളതാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന ഇടങ്ങളിൽ നിന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ നീതി തന്റെ മകന്റെ മേൽ അത്ഭുതമായി വെളിപ്പെടുകയാണ്. കർത്താവിന്റെ സ്നേഹമാണ് തകരാതെ നിൽക്കുന്നത്. ദൈവം അരികിൽ ഉണ്ട്. പുറമെ നോക്കി അകത്ത വേദന പുറമറിയുന്നില്ല. പുറമെയുള്ള രാജകീയ മുഖഭാവങ്ങളിൽ അകത്തുള്ളത് അടക്കി പിടിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളറകൾ കാണുന്നൊരു ദൈവം ഇന്ന് രാത്രി തന്റെ നീതി വെളിപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ധൈര്യം പ്രാപിക്കണം. ആമേൻ. ഒറ്റ വാക്യമുള്ളൂ. ദൈവാത്മാവ് ഇന്ന് രാത്രി സഭയോട് സംസാരിക്കുന്നത് നിങ്ങളുടെ കഷ്ടങ്ങളുടെ ഒളിച്ചോടാനല്ല കേട്ടോ, ഒളിച്ചോടാനല്ല. രക്തത്തിൽ ആശ്രയിച്ചല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒളിച്ചോടാനല്ല, ഒളിച്ചോട്ടങ്ങൾക്കപ്പുറത്ത് നേരിടാൻ ചിലതിനെ നേരിട്ട് ജയിക്കാൻ, പ്രതിസന്ധികളെ നേരിട്ട് ജയിക്കാൻ, ജയത്തിന്റെ മറുപടികളുമായി കർത്താവിൽ ആനന്ദിക്കാൻ ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ നീര് തന്നെ ജനത്തിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഉഡാരാവ ശാന്താന വൽബാന ഹർത്തേനിയ ആഠർമാന റബാധനാദിയ. ആമേൻ. സ്വതന്ത്രം. ദൈവമക്കളെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, നിങ്ങൾ വാഗ്ദത്തങ്ങളിൽ ആശങ്കപ്പെടരുത്. പലരും
ഈ ദൂതുകൾ വൈകുമ്പോഴൊക്കെ വളരെ വേദനപ്പെടാറുണ്ട്. നിങ്ങൾ ദൂതുകളും നിങ്ങളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യരുത്. ദൂതുകളും പറഞ്ഞ ദൈവമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. നമ്മുടെ ക്ലോക്കും നമ്മുടെ കലണ്ടർ എല്ലാം മാറ്റി വെച്ചിട്ട് പറഞ്ഞ ദൈവസന്നിധിയിൽ വിശ്വസ്തത പാലിക്കുക. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് വളരെ ഗൗരവമായി പറയുന്നൊരു ഭാഗമുണ്ട്. ഞാൻ ബഹളങ്ങളില്ലാതെ പറയാം, ദൈവമക്കളെ, നിങ്ങളുടെ ആത്മതലം ബലപ്പെടാതെ ഭൗതിക തലത്തിലെ വിടുതലുകൾ പൂർണ്ണമായി ലഭ്യമാകില്ല. ആത്മനിറവിൽ ആത്മതലങ്ങൾ കരുത്തുള്ളവരായി മാറും. ഭൗതിക തലങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതികൾ മാറ്റി. ഞാൻ ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന ഒരു അതിപ്രധാനമായ ഒരു മേഖലയുണ്ട്. ഈ ആത്മീയ പോരാട്ടം പിശാചിന്റെ ഏറ്റവും വലിയൊരു പോരാട്ട തന്ത്രമാണ്. പിശാചിന്റെ ഏറ്റവും വലിയ പോരാട്ട തന്ത്രമാണ് ആത്മീയനെ ഭൗതികം കൊണ്ട് നേരിടുക എന്നുള്ളത്. ആത്മീയനെ ഭൗതികം കൊണ്ട് നേരിടുക. സ്വതന്ത്രം. നമ്മളും ദൈവമായിട്ടുള്ള ബന്ധമല്ല, ആത്മതലങ്ങളാണ്, ആത്മാവിന്റെ ബന്ധമാണ്. പക്ഷെ നമ്മളെ പലരെയും ദൈവമായിട്ട് അടുപ്പിക്കുന്നത് ആത്മാവിന്റെ ബന്ധങ്ങളല്ല, ഭൗതിക തലത്തിലെ ആവശ്യങ്ങളാണ് പലരും ദൈവമായിട്ട് അടുത്ത് വരുന്നത്. ആത്മതലങ്ങൾ ബലം പ്രാപിക്കണം, ആത്മമണ്ഡലങ്ങൾ ബലം പ്രാപിക്കണം, അഭിഷേകത്തോട് നീതി പുലർത്തണം, വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. സ്വതന്ത്രം. അവിടെ ഇവിടെയും പോരാട്ടം അടിക്കെന്ന് പറഞ്ഞ് നിങ്ങൾ ആ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യാതെ പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ഒന്ന് ഏകീകരിക്കപ്പെടണം. സ്വതന്ത്രം. ഒന്ന്, ഞാൻ മടങ്ങി വരാം, സമയം വളരെ വേഗം തീരുന്നതുകൊണ്ട് ഞാൻ വളരെ വേഗം മുമ്പോട്ട് ഓടി വരട്ടെ. ആത്മനിറവ് അത് കൽപ്പനയാണ്. 2 ഒരുക്കമാണ്. 3 ഇത് ജീവിത ശൈലിയാണ്. സ്വതന്ത്രം. ആത്മനിറവ് ജീവിത ശൈലിയാണ്. ആത്മനിറവ് ജീവിത ശൈലിയാണ്. ആദ്യ നൂറ്റാണ്ടിൽ ക്രിസ്തുവിനായി വേർതിരിക്കപ്പെട്ട ഏവരുടെയും ജീവിതത്തിൽ ഒരു സാധാരണ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ആത്മനിറവ്. ഇത് ബാനർ കെട്ടി സൗണ്ട് സിസ്റ്റം ഇറക്കി വലിയ ബഹളം വെക്കുന്ന ഒരു മേഖലയായിരുന്നില്ല. ഈ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ സ്ഥിരം പതിവ് പല്ലവി ഉണ്ടല്ലോ, കർത്താവ് ഞങ്ങൾ ഒഴിഞ്ഞ പാത്രവുമായി വന്നു, ഞങ്ങളെ നിറഞ്ഞ പാത്രവുമായി, ഞങ്ങൾ ഒഴിഞ്ഞ പാത്രവുമായി വന്നു, നിറഞ്ഞ എല്ലാ യോഗത്തിനും ഇതാണ്. 21-നും 7-നും 40-നും എല്ലാം ഇത് തന്നെ. അപ്പോൾ മഹാകവി KV സൈമൺ സാർ ചോദിച്ചെന്നാണ് ഒരു വായിച്ചറിവ്. നിറയുന്നതിലല്ല വിഷയം, ഇത് എവിടെ കൊണ്ടാണ് കമഴ്ത്തിക്കളയുന്നത് എന്നത്. എല്ലാ യോഗത്തിനും നിറയ്ക്കണേ എന്ന് പറയുമ്പോൾ ഇത് ചോരുന്നതിനെ അത് ക്രമീകരിച്ചാൽ മതി. ആമേൻ. ഞാൻ അതിപ്രധാനമായ 2ാമത്തെ ഭാഗത്തേക്ക് വരിക. ആമേൻ. ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ സാധാരണ ജീവിതത്തിന്റെ അതിപ്രധാനമായ മേഖലയായിരുന്നു ആത്മനിറവ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം അല്ലായിരുന്നു ആത്മനിറവ്. ഇത് ഒരു ചടങ്ങല്ലായിരുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് സ്തേഫാനോസിനെ തെരഞ്ഞെടുക്കുമ്പോൾ പേര് പറയുമ്പോൾ തന്നെ തന്റെ പേരിന് മുമ്പിൽ ആത്മനിറവിന്റെ ഒരു വാക്ക് എഴുതി ചേർക്കുകയാണ്. അത് മനസ്സിലാകണം, അത് ജീവിത ശൈലിയാണ്. സോദരം, അത് ജീവിത ശൈലിയാണ്. പരിശുദ്ധാത്മ സ്നാനമല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ പരിസമാപ്തി എന്ന് വെച്ചാൽ ഞാൻ അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, മറിച്ച് അതിന് പുതുക്കം ഉണ്ടാകണം. പ്രാപിച്ച തീയതിയൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാ. ഈ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കാൻ നല്ലതാ. ഞാൻ ഇന്ന വർഷം ഇത്രാം തീയതി പ്രാപിച്ചു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്യാൻ നല്ലതാണ്. അത് പറഞ്ഞ പിശാചോടുകയല്ല. പിശാചോടണമെങ്കിൽ പഴക്കമല്ല, പുതുക്കം അനിവാര്യമാണ്. ആത്മനിറവിന്റെ പുതുക്കം അനിവാര്യമാണ്. കൊരിന്ത്യ സഭ ആത്മസ്നാനം പ്രാപിച്ചവരാണ്. അവർ ആത്മസ്നാനം പ്രാപിക്കുകയും കൃപാവരങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. സ്വതന്ത്രം. അവർ ആത്മനിറവ് പ്രാപിച്ചു, അവർ കൃപാവരങ്ങളുള്ളവരാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, അവർ ആ കൃപാവരങ്ങൾ ലഭിച്ചതിന് ശേഷവും കൊരിന്തി സഭ പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിച്ച അനന്തരവും
ജഡീകമായി തുടർന്നു. നമുക്കെല്ലാം അറിയുന്ന കാര്യം അല്ലേ? അവർ ജഡീകമായി തുടർന്നു. അവര് ആത്മനിറവ് പ്രാപിച്ചു. അവര് കൃപാവരങ്ങളുണ്ട്, അവരിൽ എല്ലാം ഉണ്ട്. പക്ഷേ അവരെന്ത് ചെയ്തിരുന്നു? അവർ ജഡീകമായി തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് ജീവിതശൈലിയാണ്. അതിന് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങളാണ് അതിന് ആധാരം. ഞാൻ വായിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിടാം. സ്തോത്രം. ആത്മനിറവ് പ്രാപിച്ചിട്ടും ആത്മസ്നാനം പ്രാപിച്ചിട്ടും ജഡീകമായി തുടർന്നു. എന്ന് വെച്ചാൽ കൃപാവരങ്ങളുണ്ട്, അന്യഭാഷയുണ്ട്, വെളിപ്പാടുണ്ട്. പാട്ട് തുടങ്ങണ്ട, അന്നേരം 100 ആരാധന, ഭയങ്കര ആരാധന, ഭയങ്കര ബഹളം. അവര് ഒരാൾ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആൾ പ്രവചിക്കാൻ വെയിറ്റ് ചെയ്യാണ്. കൃപാവരങ്ങളുണ്ട്, വെളിപ്പാടുണ്ട്, പ്രവചനമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, എല്ലാം ഉണ്ടെങ്കിലും അവർ ജഡീകമായി തുടർന്നു. വിവിധ സാക്ഷ്യങ്ങൾ അതിനകത്തുണ്ട്, ലേഖനങ്ങൾ വായിക്കുമ്പോഴറിയാം അല്ലെ? 4 വിഭാഗമായി തന്നെ മാറിയിരുന്നു. സ്വതന്ത്രം അഭിഷേകം ഉണ്ടെന്ന് പറയുകയും കൃപാവരങ്ങൾ ഉണ്ടെന്ന് പറയുകയും അപ്പോൾ തന്നെ 4 വിഭാഗമായി തന്നെ അവർ മാറുക. ആ ഭാഗമൊക്കെ നമുക്കറിയാം. ഐക്യതകളെ എടുത്ത് ഒരു കൂട്ടർ വന്ന് പറഞ്ഞു ഞങ്ങള് പൗലോസിന്റെ പക്ഷക്കാർ, ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാർ, ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാർ. ചരിത്രം പഠിച്ചാൽ കേഫാവ് ആ ഏരിയ പോയിട്ട് പോലും ഇല്ലെന്ന്. ആ പഞ്ചായത്തിൽ കൂടെ പോകാത്ത ആക്ക് വരെ അന്ന് അവിടെ ഗ്രൂപ്പുണ്ട്. സ്വതന്ത്രം. ഞാനതിന് എന്റെ ഭാഷയെ പറയാം. ചിലര് പൗലോസിന്റെ പക്ഷക്കാർ എന്ന് പറഞ്ഞാൽ ഇടയന്റെ പക്ഷക്കാർ, സ്ഥാപകന്റെ പക്ഷക്കാർ. ചിലര് അപ്പല്ലോസിന്റെ പക്ഷക്കാർ, ഇപ്പൊ നിലവിലുള്ള പാസ്റ്ററുടെ പക്ഷക്കാർ. ചിലര് ഗസ്റ്റിന്റെ പക്ഷക്കാർ, ചിലര് കൃപാവരമുള്ളവരുടെ പക്ഷക്കാർ. ഇത് പൗലോസിന്റെ പക്ഷക്കാര്, അപ്പല്ലോസിന്റെ പക്ഷക്കാര്, കേഫാവിന്റെ പക്ഷക്കാര്, വേറൊരു പക്ഷക്കാരുണ്ട്. ഞങ്ങൾ ഈ കൂട്ടത്തിലൊന്നുമില്ല, ഞങ്ങള് ക്രിസ്തുവിന്റെ പക്ഷക്കാർ. ഞാൻ ചോദിക്കുന്നു, ഇതിൽ മെച്ചമുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ പറയും ക്രിസ്തുവിന്റെ പക്ഷക്കാരാണെന്ന്. അല്ല, അവനാണ് ഇന്റർനാഷണൽ കള്ളൻ. കാരണം അവൻ ഒന്നിനോടും ചേരത്തില്ല. അവൻ ആത്മീയം കൂടിയിട്ട് ഞാനൊരാളെ ടീമിലോട്ട് വിളിച്ചു, സഹോദര സമയം കിട്ടുമ്പോ പരസ്യോഗത്തിന് ടീമിൽ വരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ആരുടെയും ടീമിലില്ല, ഞാനും എന്റെ കർത്താവും ആ ടീമെന്ന്. അപ്പം ഞാനും എന്റെ കർത്താവും ആ ടീമെന്ന് പറയുകയും അവിടുത്തെ സഭാവാസം ഒരു ദിവസം എന്നോട് പറഞ്ഞു, പാസ്റ്ററേ അവൻ ഇപ്പൊ ആത്മാവ് കൂടിയിട്ട് ഇപ്പൊ ചർച്ചിലും വരുന്നില്ലെന്ന്. ആമേൻ. അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇപ്പൊ പിന്നെ ഈ സൂമൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിലും അത് ആശ്രയമാകരുത്. ആമേൻ. കൂട്ടായ്മ അനിവാര്യമാണ്, കൂട്ടായ്മ ബന്ധങ്ങൾ അനിവാര്യമാണ്. ഭിന്നതയുണ്ട്, പിണക്കമുണ്ടായിരുന്നു. ജാതികൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന പാപത്തെ ആസ്വദിക്കുന്നവർ അതിനകത്തുണ്ടായിരുന്നു. ആത്മാവിൽ തുടങ്ങിയിട്ട് ജഡീകമായി തുടരുന്നവരായി മാറുകയായിരുന്നു. കീബോർഡിന്റെ താളത്തിൽ ചാടുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഇത് ജീവിത ശൈലിയാകുന്നില്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളല്ല പിശാച് ഭയപ്പെടേണ്ടുന്നത്, സ്വഭാവമാണ് പിശാച് ഭയപ്പെടുന്നത്. യോഹന്നാൻ 7:37-38 അമേൻ. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവന്റെ തിരുവെഴുത്ത് പറയുന്നത് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് അമേൻ ജീവജലത്തിന്റെ നദികൾ ഒഴുകി തുടങ്ങും. അതാണ് ജീവിത ശൈലിയാണ് അത്. ഒന്ന്, സ്വതന്ത്രം യേശുവിൽ ഒരു ഉറവയിൽ നിന്ന് കുടിക്കുക, നദികളായി മാറുക. ഒരു ഉറവയിൽ നിന്ന് കുടിക്കുക, നദികളായി മാറുക. ഒരു ഉറവ, അത് ക്രിസ്തുവിൽ നിന്ന് പാനം ചെയ്യുക, ആത്മനദികളായി ബഹിർഗമിക്കുക. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് ദാഹിക്കുന്നവനല്ലേ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, അത് ആത്മാവിനെ പ്രാപിക്കുകയും അത് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകുമെന്ന് പറയുന്നത്. ആ ഉള്ളിൽ നിന്ന് എന്ന് പറയുന്നതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ന് പറയുന്നതിന് വിവിധ അർത്ഥതലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവന്റെ ഇന്നർ ബീയിങ് ആണ് ഉള്ളിൽ നിന്ന്, ആന്തരിക സത്ത. ഞാനെന്ന ആളത്വത്തിലൂടെ ഈ ആത്മാവെന്ന നദി ഒഴുകണം.
ആ ഉള്ളിൽ നിന്നുള്ളതിന് മറ്റൊരു ഭാഗം പറയുന്നത് ബിഹേവിയർ ആണ്, പെരുമാറ്റമാണ്. ചർച്ചിനകത്ത് ആരാധിച്ചിട്ട് പെരുമാറ്റം ശരിയല്ലെങ്കിലോ, സ്വഭാവം മാറുന്നില്ലെങ്കിലോ? ചില ആത്മാവുണ്ട്, നൃത്തം ചെയ്യുന്നു, വീഴുന്നു, ഉരുളുന്നു, പക്ഷെ പിണക്കം മാറിയിട്ടില്ല. പകയകത്തുണ്ടോ? ആത്മനിറവ്, അത് ആത്മനിറവല്ല. പ്രാപിച്ചത് അകത്ത് നിന്ന് ഒഴുകി തുടങ്ങണം. നമ്മളെല്ലാരും വേർപെട്ടോ? എല്ലാരും വേർപെട്ടു. 3-4 ഐറ്റങ്ങളിൽ വേർപെട്ടു. പെന്തക്കോസ് ആയി കഴിഞ്ഞപ്പോ 3-4 ദൈവമക്കളെ, നിങ്ങള് പ്രതീക്ഷിച്ചൊരു പ്രവാചകന്റെ ടോൺ അല്ലാത്തോണ്ട് നിങ്ങൾ വിഷമിക്കരുത്. നമ്മുടെ ആത്മതലം ബലപ്പെടാതെ ദൈവം ഇടപെടുകേല. സഹോദരം, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് 3-4 ഐറ്റങ്ങളിൽ നിന്ന് വേർപെട്ടു. കമ്മലിൽ നിന്ന് വേർപെട്ടു, മാലയിൽ നിന്ന് വേർപെട്ടു, ഫ്രഞ്ച് താടിയിൽ നിന്ന് വേർപെട്ടു, കടും കളറുള്ള ഉടുപ്പിൽ നിന്ന് വേർപെട്ടു. പുറമേ ഉള്ളതിൽ നിന്നെല്ലാം വേർപെട്ടിട്ട് സ്വഭാവത്തിന് വലിയ മാറ്റം വന്നു. എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയും, ഞാൻ കുറ്റമല്ല പറഞ്ഞ്, വേദന കൊണ്ട് പറഞ്ഞു പോയതാണെന്ന്. ഞാൻ അറിഞ്ഞത് പറഞ്ഞെന്നേ ഉള്ളൂ. കുറ്റം പറച്ചിൽ അവസാനിച്ചിട്ടില്ല, പിണക്കം മാറിയിട്ടില്ല, ഈർഷ്യ അവസാനിച്ചിട്ടില്ല. നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് ഒരു നേരം സൂര്യൻ ഉദിക്കത്ത് രാവിലെ മുതൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ആ രാത്രി വരെയുള്ള സമയമല്ല ജീവിതം. നിങ്ങളുടെ പെരുമാറ്റം ആത്മനദികളായി ഒഴുകണം, സ്വഭാവം ആത്മനദിയായി ഒഴുകണം. സഹോദരം, ഇവര് പിണക്കമാണ്. 4 ഗ്രൂപ്പായിട്ട് കൊരിന്ത്യ സഭ നിൽക്കുമ്പോഴും ഭയങ്കര പ്രൈസ് ആൻഡ് വർഷിപ്പും കൃപാവരങ്ങളിൽ അവർ മുന്തിയ കൂട്ടരായിരുന്നു. എന്നാ വെളിപ്പാടാണ്, എന്നാ ദൂതാണ്, എന്നാ പ്രവചനമാണ്. പക്ഷെ പിണക്കം മാറിയിട്ടില്ല. സ്വഭാവം ശരിയല്ലെങ്കിൽ ആത്മനിറവ് സംശയിക്കേണ്ടിയിരിക്കുന്നു. സഹോദരം, ആമേൻ പറയാമോ? സഹോദരൻ, നമ്മുടെ നിങ്ങളുടെ ജീവിത ശൈലിയാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. ജീവിതശൈലി നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ പെരുമാറ്റമാണ്. നമ്മുടെ സംഭാഷണങ്ങൾ ആത്മനദികളായി മാറി. നമ്മുടെ മറ്റൊരാളോടുള്ള നിങ്ങളുടെ സമീപനം അത് ആത്മനദിയായി മാറും. നിങ്ങളുടെ ഉള്ളിൽ നിന്നത് ഒഴുകണം. എന്ന് വെച്ചാൽ അഭിനയങ്ങളെല്ലാം മാറ്റിവെച്ച്, ബാഹ്യ പ്രകടനങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആത്മചലനങ്ങൾ വെളിപ്പെട്ടു തുടങ്ങണം. ഉപദ്രവമൊന്നും പോരാട്ടവും എന്നൊക്കെ 2ാമത്തെ പോയിന്റിൽ പറഞ്ഞപ്പോഴുള്ള ആനന്ദം ഇത് ജീവിതശൈലിയാണെന്ന് പറഞ്ഞ് 3ാമത്തെ പോയിന്റിൽ അല്പം തണുത്തിട്ടുണ്ട്. അതിനേക്കാൾ അല്പം പിണങ്ങാൻ സാധ്യതയുള്ള 4ാമത്തെ പോയിന്റ് എത്തുമ്പോൾ യോഗം തീരുകയാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 4, ഇത് നിയന്ത്രണമാണ്. ആത്മനിറവ് നിയന്ത്രണമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. എന്നാൽ അതിനാൽ ദുർനടപ്പ്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, വീഞ്ഞു കുടിക്കുന്നവനെ വീഞ്ഞു നിയന്ത്രിക്കുന്നു, ആത്മാവുള്ളവനെ ആത്മാവ് നിയന്ത്രിക്കുന്നു. ആത്മനിറവ് വെറും അധരങ്ങൾ കൊണ്ടുള്ള ബഹളങ്ങളല്ല, ഇത് ആത്മാവിന്റെ കൺട്രോളിലുള്ള ജീവിതമാണ്. ഇപ്പൊ ഞാന് പ്രിയ ജോസ്റ്റാനയെ നിയന്ത്രിക്കണമെങ്കിൽ എന്റെ മുഴുബലവും എടുത്ത് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി, അദ്ദേഹത്തെ പൂർണ്ണമായി വരിഞ്ഞു മുറുക്കി, തനിക്ക് സ്വയം ചലിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കി എന്റെ വശത്താക്കി, ബലപൂർവം എന്റെ വശത്താക്കി ഞാൻ കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മനിറവ്. ഈ എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞ ആത്മനിറവ് നിർത്താതെ മണിക്കൂറുകൾ അന്യഭാഷ പറയുന്നതിനപ്പുറം നമ്മളെന്ന വ്യക്തിത്വത്തെ മുഴുവനായി കീഴ്പ്പെടുത്തി, നമ്മളെ മുഴുവനായി വരിഞ്ഞു മുറുക്കി, ഞാനെന്ന വ്യക്തിക്ക് സ്വയം ചലിക്കാനും അനുവാദമില്ലാതെ ആത്മാവ് തനിക്ക് ബോധിച്ചെടുത്തേക്ക് കൊണ്ടുപോകുന്ന ആ അതിപ്രധാന ജീവിതമാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. ഇത് ആത്മാവിൽ നടത്തപ്പെടുന്ന ജീവിതമാണ്. ആത്മാവ് തന്നെ വീഞ്ഞു കുടിച്ചവനെ എങ്ങനെ അറിയാം?
വീഞ്ഞു കുടിച്ചവനെ അറിയണമെങ്കിൽ സ്കാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവനെ നടപ്പ് കാണുമ്പോഴറിയാം അവൻ വീഞ്ഞടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ആമേൻ. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംഭാഷണം, നമ്മുടെ ഇടപാടുകൾ കാണുമ്പോഴറിയാം ഇത് ആത്മനിറവുള്ളവനാണെന്ന്. ജാതികൾ പറയണം ഇവനിൽ ആത്മനിറവുണ്ടെന്ന്, ഇവളിൽ അവർ വേറൊരു ശക്തിയുണ്ടെന്ന്. പുറം ലോകം പറയണം ഇവളിൽ ഒരു ദിവ്യത്വമുണ്ടെന്ന്. മറ്റുള്ളവർ പറയണം. ഇതാണ് ആത്മനിറവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. കൂട്ടായ്മകളിലെ ആഘോഷങ്ങൾക്കപ്പുറത്താണ് സാത്താന്യ താവളങ്ങളെ തകർക്കുന്ന വിശുദ്ധ ജീവിതത്തിന്റെ തികവിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്ന ദൈവീക പദ്ധതിയാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. ചേർന്ന രാമൻ പറയാമോ? ഇന്ന് രാത്രി സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? ഇത് രണ്ട് കൂട്ടരോടാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. വ്യക്തിപരമായി നിങ്ങളുടെ ഭൗമിക തലങ്ങളെ തൊടാനുള്ള നിയോഗത്തെക്കാൾ അപ്പുറത്ത് ഇന്ന് രാത്രി ആത്മതലങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വളരെ ഗൗരവമായി സംസാരിക്കുന്നു. പിശാച് മുതലെടുക്കുന്ന, പിശാച് ജനത്തെ കളിപ്പിക്കുന്ന ആമേൻ ഇടങ്ങളിൽ അതിന് വശംവദരാകാതെ താമേൻ പിശാച് കൊണ്ടുവരുന്ന ആയുധങ്ങളിൽ തകർന്നു പോകുന്നവരായി തീരാനല്ല, അതിനപ്പുറം കരുത്തോടെ മുന്നേറേണ്ടതിന് ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളെ തൊടുകയാണ്. ഇതുവരെ ആത്മനിറവ് പ്രാപിച്ചിട്ടില്ലാത്ത, ആത്മസ്നാനം പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കൊതിയോടെ ദൈവസന്നിധിയിലൊന്ന് വില കൊടുക്കുക. നിങ്ങളുടെ വായികളൊന്ന് തുറക്കണം. ആർദ്ധന റബ ശാന്തനാദിയ. വീട്ടിലാണ്, റൂമിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിമിതമായ സാഹചര്യങ്ങളിലാണ്, അതൊന്നും ദൈവത്തിന്റെ ഇടപെടലിന് തടസ്സമല്ല. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ നിങ്ങളെ സ്പർശിക്കുന്ന ആ ദൈവീക നിറവ് ഇന്ന് രാത്രിയിലും അത് വെളിപ്പെടുകയാണ്. ഉടയാന റബ ശബ്ദനാദരാദിയാനവ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളിൽ അലമുറയിട്ട് കരയാൻ പിശാചൊരുക്കുന്ന തലങ്ങളിൽ ആമേൻ പ്രതിസന്ധികളിൽ ഉടഞ്ഞു പോകുന്നവരായി പിശാച് നിങ്ങളെ തീർക്കാൻ നോക്കുമ്പോൾ അതിന്റെ നടുവിൽ തന്റെ ഇടത്തോടെ നിന്ന് ഒരു ചെറുപുഞ്ചിരിയോടെ ആ പ്രതികൂലങ്ങളെ നേരിടാനുള്ള ആത്മനിറവെന്ന ഒരുക്കത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ നയിക്കുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാ വായ്കളും ദൈവസന്നിധിയിൽ തുറക്കപ്പെടട്ടെ. ഊടാരാബ ശാന്താന റബാധനാദിയ. സഹോദരങ്ങളെ, ആമേൻ, ഇന്ന് രാത്രി നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവിക ഇടപെടൽ, വിട്ടുവീഴ്ചകളില്ലാതെ ആത്മസാന്നിധ്യത്തിന് വില കൊടുക്കുന്നവർ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താട്ട്. വെറും കാഴ്ചക്കാരായിരിക്കാതെ ഇന്ന് രാത്രി വായികൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. ഹല്ലേലൂയ. കുടുംബമായിരിക്കുന്നവർ ഒന്നിച്ച് ആത്മനിറവിൽ ശബ്ദത്തോടെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ, വീടാണ്, സാഹചര്യമാണ്, അതൊക്കെ പക്ഷെ ദൈവ സാന്നിധ്യത്തിലാണ്. വായികൾ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഉടമനയ റബാധന റബ ശബ്ദനാദിയ. തലമുറകളിലേക്ക് ഇന്ന് രാത്രി ആ ദൈവീക സന്ദർശനം വെളിപ്പെടട്ടെ. ഹൽബാന ഹർബ ശരാധനാദിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മതലങ്ങളിലെ ഒരു വലിയ നിറവ്, ആത്മാവ് നിറഞ്ഞ് ജനം പുറത്തു വരുന്ന ഒരു വലിയൊരു അനുഭവം. ശാന്തന വർദ്ധന വർബലാദരാദിയ. പിശാചിനെ എതിർക്കാൻ കഴിയാത്ത, പിശാചിനെ തകർക്കാൻ കഴിയാത്ത ഒരു സൈന്യമായി ബലത്തോടെ ജനം പുറത്തു വരട്ടെ. ആത്മനിറവ് ഒരു കൽപ്പനയാണ്. ആത്മനിറവ് ഒരു ഒരുക്കമാണ്. അമ്പൻ പരീക്ഷയുടെ മുമ്പിൽ വശംവദരായി പോകാതെ, പരീക്ഷയുടെ മുമ്പിൽ അതിനെ അടിമകളായി മാറാതെ, അമേൻ പ്രതിസന്ധികളുടെ നടുവിൽ തകർന്നു പോകാതെ അതിനെ ജയിക്കാൻ പാകമാക്കുന്ന ഒരു ദൈവിക സന്ദർശനം ഇന്ന് രാത്രി ദൈവാത്മാവ് പങ്കുവയ്ക്കുകയാണ്. ഓ റബ ശാന്തനാദിയ. ആമേൻ. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രിയപ്പെട്ടവരിലേക്കും ആ ദൈവകൃപയുടെ വലിയ സന്ദർശനം. ജോസ് മാത്യു എന്ന് പറയുന്ന ആ വാത്സല്യ സഹോദരങ്ങളോട് ദൈവാത്മാവ് ഇന്ന് രാത്രി വളരെ ഗൗരവമായി സംസാരിക്കുന്നു. ഉടഞ്ഞു പോകാതെ ചിലതിനെ ചെറുത്തു നിൽക്കേണ്ടതിന് ആ ദൈവത്തിന്റെ കരുത്ത്. കരം ദുർബലമായിരിക്കാം, കരം ശൂന്യമായിരിക്കാം. വലിയ നിയോഗങ്ങളും വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അകത്തുള്ളപ്പോഴും ഒരു ചുവട് പോലും മുൻപോട്ട് വയ്ക്കാൻ കഴിയാതെ വഴികൾക്ക് വിലങ്ങു നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെല്ലാം ഇന്ന് രാത്രി ദൈവാത്മാവ് എടുത്തു മാറ്റുകയാണ്. ആ പ്രിയപ്പെട്ടവരിലേക്ക് ഒരു ആത്മസന്ദർശനം ദൈവാത്മാവ് ഇന്ന് രാത്രി പങ്കുവയ്ക്കുകയാണ്.
ആമേൻ. തടസ്സങ്ങളുടെ ചരിത്രങ്ങൾക്ക് മാറ്റം തന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് തന്റെ മക്കളെ പുറത്തു കൊണ്ടുവരികയാണ്. അർബാന, ഹർദന, ഷമന, എല്ലാവരും ഒരുമിച്ച് അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഓരോ പ്രിയപ്പെട്ടവരിലേക്കും ആ ദൈവിക ഇടപെടലിന്റെ ആഴങ്ങൾ അതിന്റെ ശക്തിയോടെ വെളിപ്പെടട്ടെ. യെസ്, എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു വലിയ ആത്മസന്ദർശനത്തിന് വേണ്ടി, ഒരു വലിയ ആത്മനിറവിന് വേണ്ടി, നാം പോലും അറിയാതെ നമ്മെ പാകമാക്കി ശത്രുപാളയത്തിൽ തകർന്നു പോകാതെ കരുത്തോടെ നിൽക്കുന്ന ഒരു ദൈവിക നിറവിന്റെ ഇടപെടൽ എല്ലാവരിലും പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കാം, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. അർദ്ധാനാരവ ഷതൽഖനാരിയ. കർത്താവേ, നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയനെ ഭൗതികം കൊണ്ട് നേരിടുന്ന പൈശാചിക യുദ്ധതന്ത്രങ്ങളെ ജഡം കൊണ്ടല്ല, മാനുഷികമായ മാർഗങ്ങൾ കൊണ്ടല്ല, ആത്മനിറവ് കൊണ്ട് നേരിടാൻ തന്റെ ജനത്തെ കരുത്താക്കുന്ന, കരുത്തു പകരുന്ന ഒരു ദൈവിക ഇടപെടൽ ശക്തിയോടെ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി വന്നു ചേർന്ന പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ അയക്കണം. ആത്മനിറവെന്ന ജീവിത ശൈലിയിൽ, ആത്മനിയന്ത്രണത്തിന്റെ ജീവിതത്തിൽ തന്റെ ജനത്തെ നയിക്കണം. ഒരു വേള പോലും പിശാച് മുതലെടുക്കുന്നവരാകാനല്ല, പിശാച് ഭയപ്പെടുന്ന ഒരു കൂട്ടമായി മാറേണ്ടതിന് ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകൊണ്ട് ബലപ്പെടുത്തണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളെയും സഭകളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. താങ്ക് യു പാസ്റ്ററെ. മാറാനാഥ.